അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ MCA തേർഡ് സെമസ്റ്ററിൽ ഇരിക്കുന്ന സ്റ്റുഡൻസ് ആണല്ലോ. MCA തേർഡ് സെമസ്റ്ററിലെ MCS 2 to 7 ഉള്ള സബ്ജക്റ്റ് ആണ് നമ്മൾ ഇനി ഒരാഴ്ചത്തേന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് IoT. അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് ടേമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോ തേർഡ് സെം ആയല്ലോ അല്ലെ, ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ തേർഡ് സെം ആകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ക്ലൗഡ് എന്നും എന്താണ് IoT എന്നും അറിയത്തില്ലാത്ത സ്റ്റുഡൻസ് ഇപ്പൊ കാണത്തില്ല. അതായത് IoT മീൻസ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. അപ്പൊ നമുക്ക് സെൻസർ പോലുള്ള ഡിവൈസസുകളിൽ നിന്നും ഡാറ്റ ആക്സസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ അലാറം സെറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് IoTയുടെ കൺസെപ്റ്റ് ആയിട്ട് പറയാം. ഇപ്പൊ ഒരു ഡോർ ഓട്ടോമാറ്റിക്കലി തുറക്കുന്നത്, അല്ലെങ്കിൽ ഒരു പൈപ്പ് അടുത്തോട്ട് നമ്മൾ ഹാൻഡ് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് പൈപ്പ് ഓട്ടോമാറ്റിക്കലി ഓൺ ആയി നമുക്ക് വെള്ളം കിട്ടുന്നത്, ഇതെല്ലാം IoTയുടെ കൺസെപ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. നമുക്ക് ഈ സബ്ജക്റ്റിന്റെ ലാസ്റ്റ് പോർഷനിലാണ് അത് പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച്. അതായത് ഇതിനകത്ത് 4 ബ്ലോക്ക് ആണുള്ളത്. 4 ബ്ലോക്കിലും 2 ചാപ്റ്റേഴ്സ് വെച്ചാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇന്ന് യൂണിറ്റ് 1 സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ അകത്ത് വരുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് വരുന്നത്. അപ്പൊ എന്താണ് ക്ലൗഡ്, അല്ലെ ക്ലൗഡിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാല്, ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺ ഡിമാൻഡ് അവൈലബിലിറ്റി ഓഫ് റീസോഴ്സസ് ആണ്. ഓൺ ഡിമാൻഡിലാണ്. അതായത് നമുക്ക് പേ ചെയ്താൽ മതി റീസോഴ്സസ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ മണി കൊടുത്ത് നമുക്ക് ഈ ഒരു സർവീസ് യൂസ് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ ക്ലൗഡ് എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത്. ഇനി മണി കൊടുക്കാതെയും നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് മണി കൊടുത്ത് യൂസ് ചെയ്യാം. അതല്ല നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു സ്പേസ് കൂടുതൽ വേണം, നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ അതിന്റെ ഒരു സെർവറും അതിന്റെ അങ്ങനെയുള്ള കണ്ടന്റുകളെല്ലാം സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറെ സ്പേസ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് വേണമെങ്കിൽ ക്ലൗഡില് സ്പേസ് അവൈലബിൾ ആണ്. അന്നേരം നമുക്ക് ആവശ്യം എത്രമാത്രം വേണോ, എത്രമാത്രം ഡേറ്റയാണ് നമുക്കവിടെ സ്റ്റോർ ചെയ്യേണ്ടത്, അതനുസരിച്ച് നമ്മൾ പേയ്മെന്റ് കൊടുത്താണ് നമ്മൾ ഈ ഒരു സർവീസ് ആക്സസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്, ഇപ്പം ജിമെയിൽ ഒരു ക്ലൗഡ് കൺസെപ്റ്റാന്ന് നിങ്ങൾക്കറിയാം. അതായത് നിങ്ങളിപ്പം വീട്ടിലിരുന്ന് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ കോളേജിലിരുന്ന് ഒരു മെയിൽ ചെയ്തു, അത് നിങ്ങളുടെ മെയിലിൽ അല്ലെങ്കിൽ ഇൻബോക്സിൽ അല്ലെ സെൻഡേറ്റേഴ്സിൽ ഒരു മെയിൽ ഉണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ആക്സസ് ചെയ്യാം, ലാപ്പിൽ ആക്സസ് ചെയ്യാം, ഈവൻ നമ്മുടെ ടാബിൽ ആക്സസ് ചെയ്യാം അല്ലെ. അതായത് നമുക്ക് ഇങ്ങനെ ഏത് ഇലക്ട്രോണിക് ഡിവൈസ് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. അത് ക്ലൗഡിലാണ് ഇതെല്ലാം പോയി സേവ് ചെയ്യുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അല്ലായിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് ഇപ്പൊ ലാബിലിരുന്നൊരു അല്ലെ കോളേജിലിരുന്നൊരു കാര്യം ചെയ്താല് പിറ്റേ ദിവസം കോളേജിൽ ചെന്ന് തന്നെയാണ്. കാരണം അതിന്റെ ഡ്രൈവിലായിരിക്കും അത് ആക്സസ് ചെയ്യുന്നത്. നമ്മൾ ഡിയിലോ ഡ്രൈവിലായിരിക്കും സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് പിറ്റേ ദിവസം അവിടെ ചെന്നായിരിക്കും അത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇന്നിപ്പോ നമുക്ക് ആ പ്രശ്നമില്ല. കോളേജിൽ നിന്ന് കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചു, മെയിലിലാക്കി, വീട്ടിൽ വന്ന് സിസ്റ്റം ഇല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോണിൽ മെയിൽ ഓപ്പൺ ചെയ്ത് നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും നല്ലൊരു കൺസെപ്റ്റാണ് ക്ലൗഡ് എന്നുള്ളത്. അപ്പം അതായത് നമ്മളിപ്പോ അമേരിക്കയുടെ ഫ്രണ്ടിന് ഇപ്പം ജിമെയിൽ വഴി ഒരു മെയിൽ സെൻഡ് ചെയ്തെങ്കിൽ അത് മെയിൽ പോകുന്നത് ഗൂഗിളിന്റെ സെർവറിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ ജിമെയിൽ ആണല്ലോ ആക്സസ് ചെയ്യുന്നത്. പലതരത്തിലുള്ള മെയിൽ സർവീസസുകളുണ്ട്. യാഹൂ മെയിൽ ഉണ്ട്, റെഡിഫ്, റോക്കറ്റ് മെയിൽ, അങ്ങനെ പലതുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ പഠിച്ച് ഇറങ്ങിയ സമയത്തൊക്കെ ഞങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന യാഹൂ ആയിരുന്നു. പിന്നെ റെഡിഫ് ആണ്. പിന്നെയാണ് ഇപ്പൊ എല്ലാവരും ജിമെയിൽ അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോ അമേരിക്കയുള്ള ഫ്രണ്ടിന് ഒരു ജിമെയിലിലോട്ട് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്തെങ്കിൽ അതിന്റെ ആ സെർവറിലേക്ക് അത് ആദ്യമേ പോകുന്നത്. ഇപ്പൊ ക്ലയന്റ് സെർവർ ഇന്ററാക്ഷൻ എന്താ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡാറ്റ നെറ്റ്വർക്ക്സ് ഒക്കെ പഠിച്ചു കാണുമല്ലോ. എന്താണ് ക്ലയന്റ് സെർവർ ഇന്ററാക്ഷൻ അല്ലെ? ക്ലയന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം, സെർവർ ഏത് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിന് നമ്മളൊരു വെബ്സൈറ്റിലോട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്താൽ എവിടുന്നാണ് നമുക്ക് അതിന്റെ റിപ്ലൈ കിട്ടുന്നത്, അതാണ് അതിന്റെ സെർവർ മെഷീന്. സെർവറിൽ നിന്നല്ലേ നമുക്ക് റിപ്ലൈ കിട്ടുന്നത്. അപ്പൊ അത് ഫ്രണ്ടിന് ഈ ഗൂഗിളിന്റെ സെർവറിലേക്ക് പോയിട്ട് എന്നിട്ടാണ് അത് ഫ്രണ്ടിന് ഡെലിവർ ആകുന്നത്, നമ്മൾ അയക്കുന്ന അത്. അപ്പൊ അങ്ങനെ ഡെലിവർ ആകുമ്പോൾ ഗൂഗിളിന്റെ സെർവർ ആക്ട് ചെയ്യുന്ന ഒരു ക്ലൗഡ് ആയിട്ടാണ്. അപ്പൊ ഞാൻ എത്ര നേരം പറയാം, ഗൂഗിളിന്റെ സെർവർ ആക്ട് ചെയ്യുന്നത് ക്ലൗഡ് ആയിട്ടാണ്. ഈ സെയിം കൺസെപ്റ്റ് ആണ് നമ്മൾ ഏത് മെസ്സേജിങ് ആപ്ലിക്കേഷൻ എടുത്താലും ഈ ഒരു സെയിം കൺസെപ്റ്റ് ആണ് നമുക്ക് വരാൻ പോകുന്നത്. നമുക്ക് ആ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യാം. നിങ്ങളുടെ ഈ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂണിറ്റ് 1 ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് എടുക്കുക. ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് കിടപ്പുണ്ട്. ട്രഡീഷണൽ കമ്പ്യൂട്ടിംഗ് അപ്രോച്ചസിനെ കുറിച്ച് അവിടെ ഫസ്റ്റ് പറയുന്നത്. പിന്നെ പറയുന്നത് ഇവല്യൂഷൻ ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്,
അങ്ങനെ രണ്ട് ടോപ്പിക്കാണ് മെയിൻ ആയിട്ട്. പിന്നെ യൂട്ടിലിറ്റി ഓഫ് കമ്പ്യൂട്ടിങ്, ക്യാരക്ടറിസ്റ്റിക് ഓഫ് കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറയാം ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്താണ് ട്രഡീഷണൽ കമ്പ്യൂട്ടിംഗ് അപ്രോച്ചസ് വേണ്ടി നമുക്ക് നോക്കാം. അതായത് നമുക്കിപ്പം ഒരു സെർവർ അല്ലെങ്കിൽ സ്റ്റോറേജ്, ഡാറ്റാബേസ്, നെറ്റ്വർക്കിംഗ്, സോഫ്റ്റ്വെയർ, ഇവയെല്ലാം വഴി കമ്പ്യൂട്ടിംഗ് സേവനങ്ങളുടെ ആവശ്യാനുസരണം ഓൺ ഡിമാൻഡിൽ ഡെലിവർ ചെയ്യുന്നതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്. നമുക്കിപ്പോൾ ഒരു ഡാറ്റാബേസ് വേണം, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് വേണം, ഒരു സോഫ്റ്റ്വെയർ വേണം, ഇതെല്ലാം നമ്മൾക്ക് ഓൺ ഡിമാൻഡ് വെച്ചാൽ പേയ്മെന്റ് കൊടുത്ത്, മണി കൊടുത്ത് നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നു. അതിനാണ് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യുമ്പോൾ നമ്മളൊരു സ്പീഡിലുള്ള ഇന്നോവേഷൻ നമുക്ക് സാധ്യമാകുന്നത് അല്ലേ. അപ്പം അതായത് ഇതൊരു എക്കണോമിക് സ്കെയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ് ഒരു എക്കണോമിക് സ്കെയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, എക്കണോമിക് സ്കെയിൽ എന്ന് പറഞ്ഞാൽ യൂസേഴ്സ് അവർ ഉപയോഗിക്കുന്ന സേവനങ്ങൾക്ക് മാത്രം മണി നൽകാൻ അനുവദിക്കുന്നു. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥ നമുക്ക് വേണേൽ കൈവരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒരു എക്കണോമിക് സ്കെയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ആ പാരഗ്രാഫ് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മതി, അതിനകത്ത് എങ്ങനെ അതിന്റെ മീനിങ് പറയുന്നത്. അതുപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഓഫേഴ്സ് ഓൺ ഡിമാൻഡിംഗ് കമ്പ്യൂട്ടിംഗ്, സ്റ്റോറേജ്, സോഫ്റ്റ്വെയർ ആൻഡ് അതർ IT സർവീസസ് വിച്ച് യൂസേജ് ബേസ്ഡ് മീറ്റേഡ് പേയ്മെന്റ്. അപ്പം അതിന് നമുക്ക് ക്ലൗഡിന്റെ ഇപ്പൊ ഡാറ്റ സ്റ്റോറേജ് പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗൂഗിൾ ഉണ്ട്, അല്ല ഗൂഗിൾ ഡ്രൈവ് അല്ലെ. ഡ്രൈവിൽ നമ്മളെല്ലാ കണ്ടന്റും നമ്മളൊരു കോവിഡ് കാലം തൊട്ട് തന്നെയാണ്, നമ്മളൊരു കോവിഡ് കാലമൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഈ ഗൂഗിൾ മീറ്റും ഡ്രൈവും ജിമെയിലും ഒക്കെ ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ ഒന്നും മീറ്റോ സൂമോ ഒന്നും നോക്കിയിട്ടില്ല. കാര്യം ഇങ്ങനെ കൺസെപ്റ്റുകളുണ്ട്. സാധാരണ കോളേജുകളിൽ നമ്മളിപ്പോൾ സാധാ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം ഓൺലൈൻ ക്ലാസ് എടുക്കാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. ആ കോവിഡിന്റെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ പോകുന്നത്. അപ്പം അതുപോലെ ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ്, ഇതെല്ലാം നമുക്ക്, അതായത് ജിമെയിൽ, ഇതെല്ലാം നമുക്ക് എന്താണ് ക്ലൗഡിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് ട്രഡീഷണൽ കമ്പ്യൂട്ടിംഗ് അപ്രോച്ചസ് വായിച്ചു നോക്കിയാൽ മതി. സെക്കൻഡ് പറയുന്നത് ഇവല്യൂഷൻ ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അതായത് ഡെവലപ്മെന്റ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ത്രൂ വേരിയസ് ഫേസസ്, അതായത് പല ഫേസ് വഴി അത് വരുന്നത്, ഇൻക്ലൂഡിംഗ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ്, യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ്, ആപ്ലിക്കേഷൻ സർവീസസ് ആൻഡ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസസ് എക്സെട്ര. അങ്ങനെയാണ് ഇതിന്റെ പലതരത്തിലുള്ള ഫേസസ് വരുന്നത്. ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് നെക്സ്റ്റ് പേജിൽ അതിന്റെ കമ്പാരിസൺസ് അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട് എന്താണെന്നുള്ളത് കേട്ടോ, നമുക്ക് അവിടെ വായിക്കുമ്പോൾ പറയാം. അതുപോലെ യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ്, ആപ്ലിക്കേഷൻ സർവീസ് പ്രൊവിഷൻ ആൻഡ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എക്സെട്ര. അതായത് നമ്മൾ ഇത്രയും ഓർത്താൽ മതി. നമ്മൾ ഈ ഓൾ കൈൻഡ്സ് ഓഫ് ഡിജിറ്റൽ ഡേറ്റ, നമ്മൾ ഇന്ന് എല്ലാം ഡിജിറ്റൽ ഡേറ്റാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഡിജിറ്റൽ ഡേറ്റ സേവ് ചെയ്യുന്നതെല്ലാം ക്ലൗഡ് സ്റ്റോറേജിലാണ് സേവ് ചെയ്യുന്നതെന്ന് ഓർത്താൽ മതി. അപ്പൊ യൂസേഴ്സിന് ഏത് ഫയലും ആക്സസ് ചെയ്യാം, അല്ലെ ഏത് ഫയലോ ഏത് ആപ്ലിക്കേഷനോ ഏത് ഡിവൈസസിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ ക്ലൗഡ്, ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയത്. കാരണം കമ്പ്യൂട്ടർ സ്റ്റോറേജ് എല്ലാം സെർവറാണ് ഇന്നിപ്പോ നൽകുന്നതെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. പിന്നെ 1.3 പറയുന്ന കമ്പാരിസൺസ് ബിറ്റ്വീൻ ക്ലസ്റ്റർ, ഗ്രിഡ് ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ടൈറ്റ്ലി കപ്പിൾഡ് സിസ്റ്റം, സിംഗിൾ സിസ്റ്റം ഇമേജ്, സെൻട്രലൈസ്ഡ് ജോബ് മാനേജ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് സിസ്റ്റം. ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ, ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന വേറെ ഇതാണ്, ഡിസ്ട്രിബ്യൂട്ടഡ് കൺസെപ്റ്റ് ആണ്. ലൂസ്ലി കപ്പിൾഡ്, ഡീസെൻട്രലൈസേഷൻ ആണ് നമുക്ക് എന്താ പറയുന്നത്, ലൂസ്ലി കപ്പിൾഡ് എന്ന് പറയുന്നത്. അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ്. ഡൈനാമിസം, ഡിസ്ട്രിബ്യൂട്ട് ആൻഡ് ജോബ് മാനേജ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ്. പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ദാറ്റ് ഈസ് റിമോട്ട് ടു സെർവർ അല്ലെ. അതല്ലേ നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നത്, റിമോട്ട് ടു സെർവർ. ഡൈനാമിക് കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, IT സർവീസ് സെൻട്രിക് ആൻഡ് അപ്രോച്ചസ് എന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിന്റെ ഫീച്ചേഴ്സ് ഒത്തിരി നമുക്ക് ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു, ഹാർഡ്വെയർ, റിസോഴ്സസ്, ആപ്ലിക്കേഷൻ, നെറ്റ്വർക്കിംഗ്, സ്കെയിലബിലിറ്റി ഒക്കെ അവിടെ പറയുന്നുണ്ട്. അത് നമുക്ക് അങ്ങനെ അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും നമ്മൾ ഡിഫറൻസ് കണ്ടിട്ടില്ല. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതിയായിരിക്കും. അതായത് നമുക്കിപ്പോൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും ആ പോയിന്റ്സ് ഒക്കെ അവിടെ പറയുന്നത്, ആക്സസ് ചെയ്യാനും സെർവർ വേണമെന്നും, സെർവർ റൂം സെറ്റ്, അതായത് സെർവറിന്റെ റൂം ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പോയാൽ അതിന് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും എന്നൊക്കെ നമുക്കറിയാമല്ലോ. സോ നമുക്കൊരു റിമോട്ട് സെർവർ യൂസ് ചെയ്തെന്നുള്ള കൺസെപ്റ്റിലോട്ട് അതുകൊണ്ടാണ്. അതായത് ആദ്യത്തെ കാലങ്ങളിൽ നമ്മൾ ഈ ഗ്രിഡ് കമ്പ്യൂട്ടിങ് അല്ലെങ്കിൽ ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് ജോബ് ചെയ്യുന്ന സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അതിനെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കൺസെപ്റ്റിലോട്ട് കൊണ്ടുവന്നു. അതിനുശേഷമാണ് നമുക്കിപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ ഒരു AI കാലമാണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മളൊരു റിമോട്ട് ടു സെർവർ കൺസെപ്റ്റിലോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ റിമോട്ട് ടു സെർവർ എന്ന് പറയുമ്പോൾ അവിടെയാണ് നമുക്ക്
എന്താണ് റിമോട്ട് സെർവർ യൂസ് ചെയ്തെന്നുള്ള കൺസെപ്റ്റിലോട്ട് വരുന്നത്. അതായത് മറ്റേ സെർവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട്. അപ്പം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വന്നു. അതൊരു വെർച്വലൈസേഷൻ ടെക്നോളജിയാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. വെർച്വലൈസേഷൻ നമുക്ക് ഇതിനെ യൂണിറ്റ് 3 പഠിക്കാനുണ്ട്. അതായത് ബ്ലോക്ക് 2 യൂണിറ്റ് 3 വെർച്വലൈസേഷൻ, അതായത് വെർച്വൽ എൻവയോൺമെന്റ്. നമ്മളിപ്പോൾ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നിന്നല്ലേ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്ന പോലെ. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നതിന് ഒരു വെർച്വലൈസേഷൻ ടെക്നോളജിയാണ്. അതിന് ബെനിഫിറ്റ്സ് ഉണ്ട്. ഡാറ്റ കീപ്പ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഇന്റർനെറ്റ് ആവശ്യമാണ്. മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമുക്ക് ഇതിനകത്ത് പറ്റും. അതിന് ഇന്റർനെറ്റ് ആവശ്യമാണ്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്ത് തരാം, അത് ഏതൊക്കെ രീതിയിലായിരിക്കും, അതിന്റെ മോഡൽസ് ഏതൊക്കെയായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ഇനി ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പറയുന്നത് യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് ഉണ്ട്. അതിനുശേഷം ഇവിടെ എല്ലാം എന്താണ് ക്ലൗഡ്, ഞാനിപ്പോ ഞാൻ ഇത്രയും നേരം വായിച്ചതിനകത്ത് അത്രയും എന്താണ് ക്ലൗഡ് എന്നുള്ള കൺസെപ്റ്റ് ആ ഇൻട്രൊഡക്ഷൻ പറയുന്നത്. അവിടെ പ്രത്യേകിച്ച് ഒരു നിങ്ങൾ വേണേൽ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് ബ്രീഫ് നോട്ട് ഓൺ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഇത്രയും പോയിന്റ്സുകളെല്ലാം നോട്ട് ചെയ്ത് വെച്ചോണ്ട് കേട്ടോ. അതായത് ആദ്യം ഗ്രിഡ്, പിന്നെ സെൻട്രലൈസ്ഡ് വന്നു, പിന്നെ റിമോട്ട് ടു സെർവറിലോട്ട് വന്നു. റിമോട്ട് ടു സെർവർ ആണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഓൺ ഡിമാൻഡിലാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. 1.5 പോയിന്റ് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? അതായത് ഓൺ ഡിമാൻഡ് സെൽഫ് സർവീസ് ആയിരിക്കും. അതാണല്ലോ നമ്മൾ തൊട്ട് പറയുന്നത്, ഓൺ ഡിമാൻഡ് സെൽഫ് സർവീസ്. എ കൺസ്യൂമർ ക്യാൻ റിക്വസ്റ്റ് ആൻഡ് റിസീവ് ആക്സസ് ടു എ സെർവർ സർവീസ് ഓഫറിംഗ് വിത്തൗട്ട് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഓർ സം സോർട്ട് ഓഫ് സപ്പോർട്ട് സ്റ്റാഫ് ഹാവിംഗ് ടു ഫുൾഫിൽ ദി റിക്വസ്റ്റ് മാനുവലി. അതായത് ആവശ്യാനുസരണം സ്വയം സേവനം ചെയ്യാനാണ് നമ്മൾ അതായത് ഓൺ ഡിമാൻഡ് സെൽഫ് സർവീസ് എന്ന് പറയുന്നത്. ആവശ്യാനുസരണം നമ്മൾ സ്വയം സേവനം ചെയ്യാൻ നമുക്കൊരു ഒരു അഡ്മിനിസ്ട്രേറ്ററോ ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫോ ഒന്നുമില്ല. നമുക്ക് അതാണ് എങ്ങനെയാണ് നമ്മൾ ഓൺ ഡിമാൻഡിൽ പൈസ കൊടുത്ത് നമ്മളത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ബ്രോഡ് നെറ്റ്വർക്ക് ആക്സസ് എന്ന് പറഞ്ഞാൽ സെർവേഴ്സ് ക്യാൻ ആക്സസ്ഡ് ഫ്രം എനി ലൊക്കേഷൻ യൂസിങ് എനി ടൈപ്പ് ഓഫ് ഡിവൈസസ് എനിവെയർ ആക്സസ് എനി ടൈം. അല്ലെ, നമുക്ക് എവിടെ നിന്ന് വലിച്ച് വേണമെങ്കിലും, അല്ലെ, ഡിവൈസസ് ലൊക്കേഷൻ ഇൻഡിപെൻഡന്റും ആണ്. ഓരോ വ്യക്തിക്കും ഓരോ ഡിവൈസ് യൂസ് ചെയ്യാനും പറ്റും. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ റീസോഴ്സ് പൂളിംഗ്. റിസോഴ്സ് പൂളിംഗ് എന്ന് പറയുന്നത് റിസോഴ്സ് ക്യാൻ ബി സ്റ്റോറേജ്, മെമ്മറി, നെറ്റ്വർക്ക് ബാൻഡ്വിഡ്ത്ത്, വെർച്വൽ മെഷീൻസ് എക്സെട്ര വിച്ച് ക്യാൻ ബി കൺസ്യൂംഡ് ബൈ ദി ക്ലൗഡ് യൂസേഴ്സ്. അല്ലെ, റിസോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളതിന്റെ സ്റ്റോറേജ്, മെമ്മറി, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മളൊരു റിസോഴ്സ് പറയുന്നത്. റിസോഴ്സ് പൂളിംഗ് മീൻസ് ദാറ്റ് മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ് ആർ സർവീസ്ഡ് ഫ്രം ദി സെയിം ഫിസിക്കൽ റിസോഴ്സസ്. അതായത് ഒരേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഒരു ഫിസിക്കൽ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ. അതായത് ക്ലൗഡ് വർക്ക് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എൻവയോൺമെന്റിലായിരിക്കും, പക്ഷേ ഇറ്റ് ഷെയർസ് റിസോഴ്സസ് വെരി ഫാസ്റ്റ്. അതാണ് മെയിനായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അതായത് ഹൈ സ്കെയിലബിൾ ആയിരിക്കും എന്നുള്ളത്. ഹൈ സ്കെയിലബിൾ മീൻസ് ഓൺ ഡിമാൻഡ് പ്രോസസ് ചെയ്യുന്നതുകൊണ്ട് ഹൈലി സ്കെയിലബിൾ ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഞാൻ ആസ് എ യൂസർ ആണെങ്കിൽ ഡിമാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ട സ്പേസ് അവർ തരുന്നുണ്ട്. അതാണ് നമ്മൾ ഓൺ ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മെഷേർഡ് സർവീസസ്, പേ അക്കോർഡിംഗ് ടു ദി സർവീസസ് യൂസ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന സർവീസ് അനുസരിച്ച് നമ്മൾ ക്യാഷ് അളന്ന് കൊടുത്താൽ മതി. അതാണ് പേ. അതായത് മെഷേർഡ് സർവീസസ് പറയുന്നത്. പിന്നെ റാപ്പിഡ് ഇലാസ്റ്റിസിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് തിങ്സ് അബൌട്ട് ദാറ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇസ് ദി എബിലിറ്റി ടു ക്വിക്ലി പ്രൊവിഷൻ റിസോഴ്സ് ഇൻ ക്ലൗഡ് ആസ് ഓർഗനൈസേഷൻ നീഡ് ദം ആൻഡ് ദെൻ ടു റിമൂവ് ദം വെൻ ദേ ഡോണ്ട് നീഡ് ദം. അതായത് ഓർഗനൈസേഷന് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ലഭിക്കാനും തുടർന്ന് നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ അവ നീക്കം ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് നമ്മൾ റാപ്പിഡ് ഇലാസ്റ്റിസിറ്റി ആൻഡ് സ്റ്റേബിലിറ്റി എന്ന് പറയുന്നത്. അത് ആവശ്യമുള്ള പൈസ കൊടുത്ത് വാങ്ങിക്കുക എന്നുള്ളത്. പിന്നെ ഈസി മെയിൻ്റെനൻസ് ഓഫ് ദി ക്ലൗഡ് ഈസ് ഈസിയർ. അതായത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് പ്രത്യേകിച്ച് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. കോസ്റ്റ്ലിയും കുറവാണ്. നമുക്ക് ആ ഒരു സ്പേസ് കിട്ടിയാൽ നമുക്ക് അവിടെ നിന്നെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മളൊന്നും പ്രത്യേകിച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പണ്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തല്ലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈസി. അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്കറിയാം വേർഷൻസ് മാറുമ്പോൾ നമ്മൾ പിന്നെ അപ്ഡേറ്റ് ചെയ്യണം. അതായത് പണ്ടൊക്കെയാണ് ലൈസൻസ് ആകുമ്പോഴത്തേനും അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണേ പിന്നെ ആ സോഫ്റ്റ്വെയർ വാങ്ങിക്കണം. ഇപ്പൊ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ പ്രശ്നങ്ങൾ ഇല്ലെന്ന് പറയണ്ട, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ട് കേട്ടോ, അതറിയാലോ. പിന്നെ സെക്യൂരിറ്റി, കോപ്പി ഓഫ് അവർ ഡേറ്റ ഓൺ വേരിയസ് സർവീസസ് ഇഫ് വൺ ഫെയിൽസ് ഡേറ്റ ഈസ് സേഫ് ടു അനദർ. അതായത് നമുക്ക് കോപ്പി ഇതിന് എപ്പോഴും സെക്യൂരിറ്റി നല്ലോണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം.
അല്ലെ? നമ്മളിപ്പോൾ ജിമെയിലിൽ നമ്മുടെ ഫോണിലാണ് നമ്മൾ മെയിൽ എല്ലാം ചെക്ക് ചെയ്യുന്നതും അതിന് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുന്നതും. പക്ഷേങ്കിൽ നമ്മുടെ ഫോൺ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൽ പോകുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഈ യൂസർ ഐഡിയും പാസ്വേഡും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വേറൊരു ഫോണിലോ അല്ലെങ്കിൽ നമുക്കൊരു വേറൊരു കമ്പ്യൂട്ടറിലോ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അത്രയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്തോണേ. അത് ചിലപ്പോൾ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ അബൌട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് പ്രോൺസ് ആൻഡ് കോൺസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സോ ക്യാരക്ടറിസ്റ്റിക്സോ ഒക്കെ ചോദിച്ചാൽ നമുക്ക് ഈ പോയിന്റ്സുകളെല്ലാം നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ബെനിഫിറ്റ്സ് പറയുന്ന റീസോഴ്സസ് ആക്സസിബിൾ എനിവർ എനി ടൈം. നമ്മൾ ഈ പറഞ്ഞ സെന്റൻസ് തന്നെ പിന്നെ അവരോട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നമുക്ക് അതിന്റെ ഗുണങ്ങളുണ്ട്. നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും എനിവെയർ എനി ടൈമിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഓൺ ഡിമാൻഡ് സെൽഫ് സർവീസസ് ആണ്. അതായത് ആവശ്യാനുസരണം നമ്മൾ സ്വയം സേവനം ചെയ്താൽ മതി. റെഡ്യൂസ്ഡ് IT കോസ്റ്റ്. അതായത് നമ്മൾ ഇങ്ങനെ നമ്മൾ വാങ്ങിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മെയിൻറ്റെയിൻസ് ഒന്നും വരുന്നില്ല. അതുപോലെ ഹാർഡ്വെയർ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല, അല്ലേ? അപ്പൊ നമുക്ക് നമുക്കല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാർഡ്വെയർ ഒക്കെ വാങ്ങിച്ച് മെയിൻറ്റെയിൻസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് പിന്നെ കോസ്റ്റ്ലി ആയി പോകും. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ സ്കെയിലബിൾ ആയിരിക്കും. ഓൺലൈൻ ഡെവലപ്മെന്റ് ആൻഡ് ഡിപ്ലോയ്മെന്റ് ടൂൾസുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. കൊളാബറേഷൻ ഉണ്ട്. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൊളാബറേറ്റീവ് എൻവയോൺമെന്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതായത് പീപ്പിൾ സിറ്റിംഗ് ഇൻ ഡിഫറെന്റ് കൺട്രീസ് ക്യാൻ ഡു എ പ്രോജക്ട് ത്രൂ കൊളാബറേറ്റിംഗ് ആൻഡ് ഗെറ്റിംഗ് ദ ഡാറ്റ സ്റ്റോർ ഓൺ ദി ക്ലൗഡ്. അതായത് ഒരു കൊളാബറേറ്റീവ്, ഒരു സഹകരണത്തോടു കൂടി നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊജക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അതിലിപ്പം നമ്മൾ ഡിഫറെന്റ് കൺട്രീസിലൊന്നും ഇടണമെന്ന് വേണമെന്നൊന്നുമില്ല. ഇപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു ക്യാൻമയിൽ ഞാനിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുക, ഒരു ബ്രോഷർ ഡെവലപ്പ് ചെയ്യുക. ആ ബ്രോഷർ ഡെവലപ്പ് ചെയ്യുമ്പോൾ എനിക്കതൊരു എന്റെ ഫ്രണ്ട്സിനോട് അയച്ചു കൊടുക്കണം. എന്നിട്ട് അവരുടെ അപ്പിയർ അതുകൂടെ അറിയണം. പണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നമ്മളത് ആദ്യമേ ചെയ്തു, എന്നിട്ട് മെയിൽ ചെയ്തു, അല്ലെങ്കിൽ വാട്സപ്പിൽ ഇട്ടു. വാട്സപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഓർക്കുക, മെയിൽ ചെയ്തു, പിന്നെ അവരത് നോക്കി എന്റെ കറക്ഷൻസ് പറഞ്ഞു, പിന്നെ നമ്മൾ ആ മെയിൽ ഓപ്പൺ ചെയ്യാൻ എഡിറ്റ് ചെയ്തു, പിന്നെ മെയിൽ ചെയ്തു. ഇതിന്റെ ഒന്നും ആവശ്യമുണ്ടോ? നമ്മളൊരു കൊളാബറേറ്റീവ് എൻവയോൺമെന്റ് ആണ് ക്യാൻവ. അവിടെ നമ്മൾ ഒരു ഡ്രൈവ് അങ്ങ് ഷെയർ ചെയ്ത് വിട്ടാൽ പോരെ? അവർക്ക് നമുക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്? 5 ഫ്രണ്ട്സിനും 5 ഫ്രണ്ട്സിനും കയറി നമ്മൾ അവർക്ക് ഓരോരുത്തർക്കും ആ ഒരു ബ്രോഷർ എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ, അല്ലേ? അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിച്ചാൽ മതി. കൊളാബറേഷൻ എൻവയോൺമെന്റ് ആണ് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സെക്യൂരിറ്റി ഉണ്ട്. മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ഡാറ്റ, അതായത് വേറൊരാള് നമ്മൾ 5 പേരും 5 വീട്ടിലായിരിക്കുന്നെങ്കിലും അവർ ചെയ്യുന്ന ഡാറ്റ അവിടെ സ്റ്റോർ ആയിക്കോളൂ, അല്ലേ? പിന്നെ ലൊക്കേഷൻ ആൻഡ് ഡിവൈസ് ഇൻഡിപെൻഡൻസ്. ഏത് ഡിവൈസിൽ വേണമെങ്കിലും നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതാണ് മൊബൈൽ ഫോണോ ഈവൻ ലാപ്ടോപ്പോ പാം ടോപ്പോ ഡെസ്ക്ടോപ്പോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. സേവ്സ് അവർ ടൈം. അതൊക്കെ അതിന്റെ ഒരു സേവ്സ് അവർ എന്ന് പറയുന്ന മെയിൻറ്റെയിൻസ് ഒന്നും വരുന്നില്ല. ഹാർഡ്വെയർ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട, സോഫ്റ്റ്വെയർ ഒന്നും അപ്ഡേറ്റ് ചെയ്യേണ്ട. അതുകൊണ്ടാണ് ക്ലൗഡ് ഒരു ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോണം. ഓക്കെ. പിന്നെ പറയുന്ന ആപ്ലിക്കേഷൻസ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. എന്തൊക്കെ ആപ്ലിക്കേഷൻസ് അതിനകത്ത് വരാം? അതായത് ഫസ്റ്റ് വൺ ഓൺലൈൻ ഡാറ്റ സ്റ്റോറേജ്. അത് നമുക്കറിയാം. അതായത് ഇത് എങ്ങനെയായിരിക്കാം ഇത് നമ്മൾ കൊടുക്കുന്നത്, അതായത് ഓഡിയോ ഫയൽസോ വീഡിയോ ഫയൽസോ അതുപോലെ സാധാരണ ഇമേജസോ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓൺലൈൻ ഡാറ്റ സ്റ്റോറേജ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അലോ സ്റ്റോറിംഗ് ഡാറ്റ ലൈക്ക് ഫയൽസ്, ഇമേജസ്, ഓഡിയോസ് ആൻഡ് വീഡിയോസ് എക്സെട്ര ഓൺ ദി ക്ലൗഡ് സ്റ്റോറേജ്. ദി ഓർഗനൈസേഷൻ നീഡ് നോട്ട് സെറ്റ് ഫിസിക്കൽ സ്റ്റോറേജ് സിസ്റ്റം ടു സ്റ്റോർ എ ഹ്യൂജ് വോളിയം ഓഫ് ബിസിനസ് ഡാറ്റ. അതായത് ഓർഗനൈസേഷൻ ഒരിക്കലും ഒരു ഫിസിക്കൽ സ്റ്റോറേജ് വേണ്ട, അതായത് ഫിസിക്കലായിട്ട് ഒരു സെർവർ വേണ്ട സ്റ്റോർ ചെയ്ത് വെക്കാൻ. ഇത് നമ്മൾ വെർച്വൽ ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതാണ് നമുക്ക് ഓൺലൈൻ ഡാറ്റ സ്റ്റോറേജിനെ കുറിച്ച് പറയുന്നത്. പിന്നെ നമുക്ക് അതിന് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ട്. ആ ടൂൾ box.com എന്നൊക്കെയുള്ള ടൂളുകളൊക്കെ യൂസ് ചെയ്താണ്. അത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. പിന്നെ നമ്മൾ ടൂളിന് ബാക്കി കുറെ ചെന്ന് കഴിയും പഠിക്കാനുണ്ട്. ബാക്കപ്പ് ആൻഡ് റിക്കവറി, അതതിന്റെ ഒരു ആപ്ലിക്കേഷൻ, അല്ലേ? അതായത് ക്ലൗഡ് വെൻഡേഴ്സ് പ്രൊവൈഡ് സെക്യൂരിറ്റി ഫ്രം ദെയർ സൈഡ് ബൈ സ്റ്റോറിംഗ് സേഫ് ടു ദി ഡേറ്റ ആസ് വെൽ ആസ് പ്രൊവൈഡിങ് എ ബാക്കപ്പ് ഫെസിലിറ്റി ടു ദി ഡേറ്റ. അതായത് എപ്പോഴും ദി ഓഫേഴ്സ് വേരിയസ് റിക്കവറി ആപ്ലിക്കേഷൻസ് ഫോർ റിട്രീവിംഗ് ദി ലോസ്റ്റ് ഡേറ്റ. അതായത് എപ്പോഴും ബാക്കപ്പും റിക്കവറി, അതായത് നമുക്ക് എന്തെങ്കിലും ഡേറ്റ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല, അതവിടെ നമുക്ക് കിടക്കും. ഇപ്പം നമ്മൾ ഡ്രാഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്തിടാം. നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടും അത് പെർമനന്റ് ആയിട്ട് ഡ്രൈവിൽ കിടന്നോളൂ. അപ്പം ബാക്കപ്പും, അതായത് ക്ലൗഡ് ബേസ്ഡ് ബാക്കപ്പ് ഫയൽസ് ട്രാക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും യൂസ് ചെയ്യുന്ന ടൂൾസുകളൊക്കെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ടൊക്കെ ഇതിനൊക്കെ എടുക്കാൻ പറ്റും. അത് ജോക്കോ എന്ന് പറയുന്ന ഒരു ടൂളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനെ നമുക്ക് ഈ ബാക്കപ്പുകളൊക്കെ യൂസ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ പറയുന്നത് 4ാമത്തെ പോയിന്റോടെ 2 പോയിന്റ് മിസ്സിംഗ് ആയിരുന്നു, 3 പറഞ്ഞത്. 4ാമത്തെ പോയിന്റ് മിസ്സിംഗ് ആണ്. 5 പറയുന്നത് ബിഗ് ഡാറ്റ അനലൈസിസ്.
അതായത് we know the volume of big data is so high where storing that in traditional data management system for an organization is impossible. നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ഡേറ്റ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതായത് പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് ഇപ്പൊ അന്നത്തെ കാലം ഡേറ്റ അന്ന് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നെറ്റ് യൂസ് ചെയ്യുന്നവരോ അതൊക്കെ റെയർ ആയിരുന്നു. ഇന്നിപ്പോ അങ്ങനെയല്ല. നമുക്ക് ലോകത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട്, അത്രയും പേർ ഡേറ്റ അവരെല്ലാം ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഡേറ്റകളെല്ലാം ഷെയർ ചെയ്ത് പോകണം. ഇന്നെല്ലാം നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ട്രഡീഷണൽ ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റം ഒന്നും അവൈലബിൾ അല്ല. പണ്ടാണ് സെർവറിലാരും സേവ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സെർവർ ഡൗൺ ആയ എല്ലാം പോയി. ഇന്നിപ്പോ എല്ലാം ക്ലൗഡിലായതുകൊണ്ട് ബിഗ് ഡാറ്റ അനലൈസിസ് ചെയ്യാനൊക്കെ നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പറ്റുമെന്ന് പറയുന്നത്. ബിഗ് ഡാറ്റ നിങ്ങൾക്ക് വേറെ എവിടെയോ പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നോട്ടിലാണോ എന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഈ സെമസ്റ്ററിലുണ്ട് ബിഗ് ഡാറ്റയെ കുറിച്ച് കേട്ടോ. പിന്നെ പറഞ്ഞ ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ. ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് യൂസേഴ്സ് respond quickly to market opportunities as well as traditional e-commerce respond to challenge quickly. Cloud-based e-commerce gives a new approach for doing business with the minimum amount as well as minimum ടൈം പോസിബിൾ. അതായത് ഇ കൊമേഴ്സിനകത്ത് അതായത് വാണിജ്യപരമായിട്ട് അല്ലെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇൻ എഡ്യൂക്കേഷൻ മേഖലകളിൽ ഇ ലേണിംഗ്, ഓൺലൈൻ ഡിസ്റ്റൻസ് ലേണിംഗ് പ്ലാറ്റ്ഫോം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് അല്ലേ. പിന്നെ സ്റ്റുഡന്റ് ഇൻഫോർമേഷൻ പോർട്ടൽ ടു ദി സ്റ്റുഡൻസ്, ഇതൊക്കെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന് ഇപ്പൊ സ്റ്റുഡൻസ് പോർട്ടലിൽ കയറിയല്ലേ നിങ്ങളെല്ലാം ചെയ്യുന്നത്. ഇഗ്നോയുടെ സ്റ്റുഡൻസ് പോർട്ടലിൽ കയറിയാണ് നിങ്ങൾ എക്സാം ഫോം ഫില്ല് ചെയ്യുന്നതോ അല്ലെങ്കിൽ എക്സാമിന്റെ ഫീസ് അടയ്ക്കുന്നതൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. അതുപോലെ ഇഗ്നോയിലോട്ട് രജിസ്റ്റർ ചെയ്യുന്നത് എല്ലാം നമ്മൾ എങ്ങനെയാണ് ഈ സ്റ്റുഡൻസ് പോർട്ടൽ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ചെയ്യുന്നത് അല്ലെ. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ മാനുവലായിട്ട് പേപ്പറെ ഫില്ല് ചെയ്ത് പൈസയൊക്കെ DD എടുത്തയച്ച് അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഇപ്പൊ എല്ലാം നമുക്ക് ഓൺലൈൻ പേയ്മെന്റുകളും അതുപോലെ ഇങ്ങനെ ഓൺലൈൻ ഡിസ്റ്റൻസ് ലേണിംഗ് പ്ലാറ്റ്ഫോംസും ഒക്കെ നമുക്കറിയാതെ എല്ലാം ക്ലൗഡിന്റെ കൺസെപ്റ്റ് എന്നാ പറയുന്നത്. പിന്നെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ. ഇ ഗവേണൻസ് പറഞ്ഞ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് പ്രൊവൈഡ് ഇറ്റ് സർവീസസ് ടു മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് കണ്ടക്ടഡ് ബൈ ദി ഗവൺമെന്റ്. ഇറ്റ് ക്യാൻ support the government to move from traditional ways of management and service providers. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഗവൺമെന്റ്സ് അതായത് ഗവൺമെന്റിന്റെ പദ്ധതികളെല്ലാം തന്നെ ഏതാണ് ഇന്നെല്ലാം ഇലക്ട്രോണിക് ഫോമിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനി അല്ലാത്തതും നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതും ഇനി മുന്നോട്ട് ഈ ഒരു രീതി വരും. അപ്പൊ അതെല്ലാം ക്ലൗഡിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണെന്നാണ് പറയുന്നത്. പിന്നെ മെഡിക്കൽ ഫീൽഡുകളിലൊക്കെ ക്ലൗഡിന്റെ കൺസെപ്റ്റുകളൊക്കെ ഞാനിപ്പോൾ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അതായത് ഈ പോയിന്റ്സുകളൊക്കെ കൂടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയാസ് വെച്ച് വേണമെങ്കിൽ പോയിന്റ്സ് എഴുതാൻ പറ്റും. അതായത് ട്രീറ്റ്മെന്റിനോ ഇപ്പം വിത്ത് ദി ഹെൽപ്പ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഓഫ് സൈറ്റ് ബിൽഡിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ലൈക്ക് ലാബ്, ഡോക്ടേഴ്സ് മേക്കിംഗ് എമർജൻസി ഹൗസ് കോൾസ് ആൻഡ് ആംബുലൻസ് ഇൻഫോർമേഷൻ എക്സെട്ര can be easily accessed and updated remotely instead of having to wait until they can access a hospital computer അല്ലെ. അതായത് ഇങ്ങനെ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി അല്ലെങ്കിൽ ലാബ് അല്ലെ ഡോക്ടേഴ്സിന്റെ ഇത് അവൈലബിൾ, ഇതെല്ലാം നമുക്കൊരു മെഡിക്കൽ ഫീൽഡിലെ കൺസെപ്റ്റുകളെല്ലാം വരുന്നതൊക്കെ നമുക്ക് ഇന്നൊരു ക്ലൗഡിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പറയാൻ പറ്റും. പിന്നെ എന്റർടൈൻമെന്റ് ആപ്ലിക്കേഷൻസ്, അത് നമുക്ക് ഇഷ്ടം പോലെ അറിയാം. ഓൺലൈൻ ഗെയിമുകളോ അതുപോലെ വീഡിയോ കോൺഫറൻസിങ്ങും ഓൺലൈൻ ഗെയിമുകളും ഒക്കെ നമുക്ക് എന്റർടൈൻമെന്റ് ആപ്ലിക്കേഷൻസിൽ വരുന്നത്. അത് നിങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാം. ഓൺലൈൻ മ്യൂസിക് ഓർ വീഡിയോ, ഓൺലൈൻ ഗെയിംസ്, വീഡിയോ കോൺഫറൻസിങ്, സ്ട്രീമിംഗ് സർവീസസ് etc. that it can reach any devices, it TV, mobile set-top box and any other phone. നമുക്കെല്ലാം അറിയാം അല്ലെ. ഇന്നിപ്പോ നമ്മളൊരു കാര്യം വിട്ടുപോയാലും അടുത്ത ദിവസം നമുക്ക് അത് വേണമെങ്കിൽ ഏത് ചാനലിലെ പ്രോഗ്രാം ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. അതെല്ലാം അതായത് ഇന്നിപ്പോ ടിവിയിലെ ഒരു സിനിമ കാണാൻ നമ്മളിപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീച്ചർ കാണാൻ പറ്റിയില്ല അല്ലെ സീരിയൽ കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നാളെ അത് ഏത് ചാനലിലെ വേണമെങ്കിലും വിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലൗഡിന്റെ കൺസെപ്റ്റ് ആണെന്ന് നോട്ട് ചെയ്യുക. പിന്നെ അപ്പൊ ഈ 8 പോയിന്റ് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തോണം. ആപ്ലിക്കേഷൻസോ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻസ് എഴുതി വെക്കാൻ പറ്റും. മെയിൻ പോയിന്റ്സുകൾ നോട്ട് ചെയ്തുകൊണ്ട് 1-2 സെന്റൻസുകൾ എഴുതി വെച്ചാൽ മതി. ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ചാലഞ്ചസ് എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് സർവീസസ്, ഡാറ്റ ലോക്കിംഗ്, ഡാറ്റ സെഗ്രിഗേഷൻ, സ്കെയിലിംഗ് റിസോഴ്സസ്, ലൊക്കേഷൻ ഓഫ് ഡാറ്റ, ഡിലീഷൻ ഓഫ് ഡാറ്റ, റിക്കവറി ആൻഡ് ബാക്കപ്പ് ഒക്കെ ഇതിന്റെ ഒരു ചാലഞ്ചസ് ആയിട്ടാണ് പറയുന്നത്. എന്നാലും നമുക്ക് ഇന്നെല്ലാം റിക്കവർ ചെയ്യാൻ പറ്റും. അതിനുള്ള ടൂളുകൾ യൂസ് ചെയ്ത് റിക്കവർ ചെയ്യാൻ പറ്റും. പിന്നെ ലൊക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ജിയോഗ്രാഫിക്കലി സ്റ്റോർഡ്, അതായത് ഈച്ച് കൺട്രി ഹാസ് ഇറ്റ്സ് ഓൺ റൂൾ. ഓരോ കൺട്രിയിലൊക്കെ വെച്ച് നമുക്ക് എടുക്കണമെങ്കിൽ അതിന്റെ റൂളുകളൊക്കെ നോക്കി വേണ്ടിട്ട്. പിന്നെ ഡിലീഷൻ ഓഫ് ഡാറ്റ, അതൊക്കെ അതിന്റെ ഒരു ചാലഞ്ചസ് ആയിട്ട് പറയുന്നുണ്ട്.
അതുപോലെ ഈ ആപ്ലിക്കേഷൻ അത് വേണമെങ്കിൽ ഈ ഒരു പോയിന്റ് ഒക്കെ ചേർക്കാം. ആർട്ട് ആപ്ലിക്കേഷൻ ഒക്കെ ക്ലൗഡ് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഓഫേഴ്സ് വേരിയസ് ടൈപ്സ് ഓഫ് ആർട്ട് ആപ്ലിക്കേഷൻസ് കേട്ടോ. ഡിസൈൻ അട്രാക്റ്റീവ് കാർഡ്, ഇമേജ് എക്സെട്ര. ഇപ്പൊ മൂന്ന് പറയുന്ന ബെസ്റ്റ് ക്ലൗഡ് ആർട്ട് ആപ്ലിക്കേഷൻ മൂവ്. അതായത് പോസ്റ്റ് കാർഡ്, ബിസിനസ് കാർഡ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ. നമ്മളിപ്പോ ക്യാൻവ ആയിരിക്കും എല്ലാവരും യൂസ് ചെയ്യുന്നത്, പക്ഷെ അല്ലാത്ത കുറെ ആപ്ലിക്കേഷൻസുകളുണ്ട്. മൂവ് ഒക്കെ ഏറ്റവും നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബിസിനസ് ആപ്ലിക്കേഷനിലാണെങ്കിൽ നമ്മൾ ഈ ബിസിനസ് പറഞ്ഞല്ലോ, അതായത് ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ അവിടെയൊക്കെ തന്നെ നമുക്ക് എന്താ മെയിൽ ചിമ്പ്, സെയിൽസ് ഫോഴ്സ്, അതുപോലെ ചാറ്റർ, പേപാൽ, സ്ലായ്ക്ക്, ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ബിസിനസ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന ടൂളുകൾ യൂസ് ചെയ്യുക. അതായത് മെയിൽ ചാമ്പ് എന്ന് പറഞ്ഞാൽ ഇമെയിൽ പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോം ആണ് മെയിൽ ചാമ്പ്. അതുപോലെ സെയിൽസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടൂൾസ് ഫോർ സെയിൽസ്, മാർക്കറ്റിങ്ങിനൊക്കെ വേണ്ടി, ഇ കൊമേഴ്സിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ചാറ്റർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് പറയാം. പിന്നെ പേപാൽ നിങ്ങൾ എല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. ഓൺലൈൻ പേയ്മെന്റ് മോഡല്ലേ, അത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെ ബിസിനസ് ആപ്ലിക്കേഷൻസ് എല്ലാം ക്ലൗഡിന്റെ കൺസെപ്റ്റ് ആണ് പറയുന്നത്. പിന്നെ സ്ലായ്ക്ക് മീൻസ് കോൺവെർസേഷൻസ്, നോളജും ഒക്കെ സെർച്ച് ചെയ്യാൻ പറ്റിയ ഒരു ടൂളാണ് സ്ലായ്ക്ക്. അപ്പൊ ഇതെല്ലാം ഒരു ബിസിനസ് ആപ്ലിക്കേഷൻ ടൂൾസ് ആണെന്നാണ് പറയുന്നത്. പിന്നെ സോഷ്യൽ ക്ലൗഡ് ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് അറിയാലോ. അതായത് ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്ഡിൻ, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സോഷ്യൽ ക്ലൗഡ് ആപ്ലിക്കേഷൻസ്. അതായത് ഞാനിപ്പോ ഇതിനകത്ത് 8 പോയിന്റ്സ് കൂടാതെ കുറച്ച് പോയിന്റ്സ് കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നോളജ് ഉള്ളത്, അതായത് നിങ്ങൾക്ക് ഇപ്പൊ കുറച്ചൊരു ജനറൽ അവയർനെസ് ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു അവയർനെസ് കൂടെ വെച്ചുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. അതായത് ആർട്ട് ആപ്ലിക്കേഷനിലോ ബിസിനസ് ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ സോഷ്യൽ ക്ലൗഡ് ആപ്ലിക്കേഷൻ, അതായത് ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന. അപ്പൊ അതെല്ലാം ഈ ക്ലൗഡ് കൺസെപ്റ്റിലാണ് പോകുന്നതെന്ന് ഓർത്തിരിക്കുക. ഒരു ക്ലൗഡിന് ഒരു ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ ആയല്ലോ അല്ലെ. ഇനി ക്ലൗഡിനെ കുറിച്ച് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഒരു പേജിൽ എഴുതാൻ പറഞ്ഞാൽ നോട്ട് ചെയ്യാമല്ലോ. ക്ലൗഡ് എന്താണ്, ഓൺ ഡിമാൻഡിലാണെന്നുള്ളതും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും, അത് ഫാസ്റ്റ് ആണെന്നും ബാക്കപ്പ് ഉണ്ടെന്നും, ഏത് ആപ്ലിക്കേഷൻ നമ്മളിപ്പം യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എവിടെയാണ് ക്ലൗഡിലാണ് നടക്കുന്നതും, ഓൺലൈൻ ഗെയിമും എന്റർടൈൻമെന്റും അങ്ങനെയുള്ള പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നോട്ട് ചെയ്ത് വെച്ചോ. ഇപ്പൊ തന്നെ നിങ്ങളുടെ മെയിൻ പോയിന്റ് അണ്ടർലൈൻ ചെയ്തും നോട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ എക്സാമിന് 2 ദിവസം മുന്നേ നോക്കിയാൽ മതിയായിരിക്കും. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള യൂണിറ്റ് 2 ക്ലൗഡ് ഡിപ്ലോയ്മെന്റ് മോഡൽ. ക്ലൗഡ് ഡിപ്ലോയ്മെന്റ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഡിപ്ലോയ്മെന്റ് മോഡൽ ഒക്കെ വെരി ഇമ്പോർട്ടന്റ് ആണ്. അതായത് ക്ലൗഡ് ഡിപ്ലോയ്മെന്റ് മോഡൽ, സർവീസ് മോഡൽസ് ആൻഡ് ക്ലൗഡ് ആർക്കിടെക്ചർ, ഇതെല്ലാം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ക്ലൗഡിന്റെ ഒരു ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ AWS, നിങ്ങൾക്ക് അറിയാം. ആമസോൺ വെബ് സർവീസ് ഒക്കെ ക്ലൗഡിന്റെ ഒരു വലിയ ആപ്ലിക്കേഷൻ ആണ്. അപ്പം ഫസ്റ്റ് വൺ നമുക്ക് അവിടെ പറയാൻ പോകുന്ന ഇൻട്രൊഡക്ഷൻ പാർട്ട് ഒന്നും ഇല്ല, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ക്ലൗഡ് ഡിപ്ലോയ്മെന്റ് മോഡൽ എന്താണ്, ക്ലൗഡ് എങ്ങനെയാണ് ക്ലൗഡിന്റെ ഡിപ്ലോയ്മെന്റ് മോഡൽസ് പറയുന്നത്. അതായത് ഡേറ്റ എത്രമാത്രം സ്റ്റോർ ചെയ്യുന്നതും ആ ഇൻഫ്രാസ്ട്രക്ചർ ആരൊക്കെ ആക്സസ് ചെയ്യുന്നതും അനുസരിച്ച് ഒരു വെർച്വൽ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെന്റ് ആയി ക്ലൗഡ് ഡിപ്ലോയ്മെന്റ് മോഡലിന് ഫംഗ്ഷൻ ചെയ്യുക. അതായത് നമ്മൾ ഈ ഡേറ്റ, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന, അല്ലെ നമുക്ക് ആരൊക്കെ ഇവിടുന്ന് ഡേറ്റ എടുക്കുന്നുണ്ടോ, അത് ആരൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ടോ അതനുസരിച്ച് ഒരു വെർച്വൽ എന്നുള്ള കൺസെപ്റ്റ് ഒന്നുകൂടെ വരുന്നുണ്ട് മുന്നോട്ട് കേട്ടോ. വെർച്വൽ ഇത് നമുക്കൊന്ന് ഇമാജിൻ ചെയ്താൽ മതി. വെർച്വൽ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെന്റ് ആയി ക്ലൗഡ് ഡിപ്ലോയ്മെന്റ് മോഡൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പൊ അത് 4 തരത്തിലുണ്ട്. 4 മെയിൻ കാറ്റഗറീസ് അണ്ടർലൈൻ ചെയ്തോണം. ദർ ആർ 4 മെയിൻ കാറ്റഗറീസ് ഇൻ ദ ഡിപ്ലോയ്മെന്റ് മോഡൽ. ഫസ്റ്റ് വൺ പബ്ലിക്, സെക്കൻഡ് വൺ പ്രൈവറ്റ്, തേർഡ് വൺ കമ്മ്യൂണിറ്റി, ഫോർത്ത് വൺ ഹൈബ്രിഡ്. അത് ആ പേര് തന്നെ അതിന്റെ മീനിങ് ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ പബ്ലിക് ക്ലൗഡ് യൂസ് ചെയ്യുന്നത്, പ്രൈവറ്റ് ക്ലൗഡ് യൂസ് ചെയ്യുന്നത്, ഹൈബ്രിഡ് അല്ലെ കമ്മ്യൂണിറ്റി, ഇത്ര നമ്മൾ ഓർത്താൽ മതി. അത് പബ്ലിക് ആണെങ്കിൽ ഒരു ഷെയർഡ് പ്ലാറ്റ്ഫോം ആയിരിക്കും. പേ ആസ് പെർ യൂസ് മോഡൽ ആയിരിക്കും പബ്ലിക്. തേർഡ് പാർട്ടിയാണ് അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്, അത്ര ഓർക്കുക. അതായത് പബ്ലിക് എന്ന് പറഞ്ഞാൽ ദി മോസ്റ്റ് പോപ്പുലർ ആൻഡ് കോമൺ ഡിപ്ലോയ്മെന്റ് ഈസ് ദി പബ്ലിക് ക്ലൗഡ്. Public cloud is accessible from anywhere in the globe and it is easy to use for generic public. അതായത് ഒരു ഷെയർഡ് പ്ലാറ്റ്ഫോം ആയിരിക്കും. അത് പേ ആസ് പെർ ആയിരിക്കും, പേ ആസ് പെർ യൂസ് മോഡൽ ആയിരിക്കും. അതായത് തേർഡ് പാർട്ടിയാണ് അതിനു വേണ്ടി നമുക്ക് അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. അതായത് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും.
അപ്പൊ ഇത്ര ഓർത്താൽ മതി. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലൗഡ് ഡിപ്ലോയ്മെന്റ് മോഡൽസ് ആയിരിക്കും, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാം. ഇത്ര നമ്മൾ ഓർത്താൽ മതി. നമ്മളിപ്പോ ഒരു കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബസ്സിൽ കയറി പോവുക. ദാറ്റ് ഈസ് പബ്ലിക് ആയിട്ടല്ലേ നമ്മൾ പോകുന്നത്. പബ്ലിക് ബസ് അല്ലേ, അതായത് ബസ്സിൽ കയറി ഇറങ്ങുന്നത് പോലെ. ബസ്സിൽ കയറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ബസ്സിൽ കയറിയാൽ നമ്മൾ ടിക്കറ്റ് എടുത്തു, നമുക്കൊരു സീറ്റ് കിട്ടി. ആ സീറ്റ് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ അത് ഫ്രീ ആയി. ആ ടിക്കറ്റിന് അത്രയും ദൂരെ നമ്മൾ പോകുന്നത്, നമുക്ക് റിസ്ക് ഒന്നുമില്ല. അത് എന്ന് പറയുന്നതിലുള്ളൂ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ പബ്ലിക് ക്ലൗഡിൽ ആ പ്ലാറ്റ്ഫോം മേടിക്കുന്നു. അത്ര സമയത്തിന് മാത്രം, എനിക്ക് 1/2 മണിക്കൂർ സമയത്തിന് മതി എന്നുണ്ടെങ്കിൽ അത്രയും സമയത്തിന് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നു, അതിനുള്ള പൈസ കൊടുക്കും. അതാണ് പബ്ലിക് ക്ലൗഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ പറയുന്ന പോയിന്റ്, in public cloud users not need to maintain any infrastructure. Instead of everything will be owned and operated by the cloud provider. നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കണ്ട. നമ്മൾ അതിൻ്റെ അകത്ത് ഒരു പേയ്മെന്റും കൊടുക്കുന്നില്ല. നമ്മൾക്ക് എത്രമാത്രം ദൂരം ട്രാവൽ ചെയ്യണോ അതിനുള്ള പേയ്മെന്റ് മാത്രം കൊടുത്ത് നമുക്ക് യാതൊരു റിസ്ക്കും ഇല്ല നമ്മൾ കയറി ഇറങ്ങി പോകുന്നു എന്ന് പറയുന്ന പോലുള്ള ഈ പബ്ലിക് ക്ലൗഡ് യൂസ് ചെയ്യുന്നത്. അതായത് users no need to maintain any infrastructure. Instead of everything will be owned and operated by the cloud public provider. അതെല്ലാം ഓൺ ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നവരായിരിക്കും പബ്ലിക് പ്രൊവൈഡർ ആയിരിക്കും. അതായത് ഒരു തേർഡ് പാർട്ടി ആയിരിക്കും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെ അതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതായത് ഗൂഗിളിന്റെ ആപ്പ് എഞ്ചിനും മൈക്രോസോഫ്റ്റ് അഷ്വറും ഒക്കെ എന്തായിരിക്കും? ഇതിന് പബ്ലിക് ക്ലൗഡ് ആണ്. നമ്മൾ ഗൂഗിളിന്റെ ആപ്പ് എഞ്ചിനും മൈക്രോസോഫ്റ്റ് അഷ്വറും ഒക്കെ യൂസ് ചെയ്യുന്നവരല്ലേ? മൈക്രോസോഫ്റ്റ് അഷ്വറൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പൊ അതൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം മാത്രം അത് യൂസ് ചെയ്യുന്ന അതിനുള്ള പൈസ കൊടുത്ത് പോരുന്നു. എപ്പോഴും പബ്ലിക് ക്ലൗഡ് മാനേജ് ചെയ്യുന്ന ബിസിനസ് അല്ലെ, യൂണിവേഴ്സിറ്റികളല്ലേ, ഗവൺമെന്റ് ഓർഗനൈസേഷൻസുകളായിരിക്കും പബ്ലിക് ക്ലൗഡുകൾ യൂസ് ചെയ്യുന്നത്. പബ്ലിക് ക്ലൗഡ് അതായത് ബിസിനസ്സുകാരോ ഇപ്പൊ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ആയിരിക്കും ഇത് എപ്പോഴും മാനേജ് ചെയ്യുന്നത്. പബ്ലിക് ക്ലൗഡ് എന്താ, പബ്ലിക് ക്ലൗഡ് model has the following benefits. Minimal investment. This model eliminates the need for extra hardware expenditure. അതായത് നമുക്കൊരു കൂടുതൽ ഹാർഡ്വെയറുകളൊന്നും ആവശ്യമില്ല. അതായത് സെയിം റിസോഴ്സസ് നിരവധി ആളുകൾ യൂസ് ചെയ്യുമല്ലേ. നോ സ്റ്റാർട്ടപ്പ് കോസ്റ്റ്, അതായത് നമുക്ക് പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പ് കോസ്റ്റുകളൊന്നും വരുന്നില്ല. ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് ഇസ് നോട്ട് റിക്വയർഡ്. ദർ ഇസ് നോ നീഡ് ടു എനി ഹാർഡ്വെയർ ടു ബി സെറ്റ് ഫ്രം യൂസർ സൈഡ്. എവറിത്തിങ് ഈസ് ഓപ്പറേറ്റഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദി സർവീസ് പ്രൊവൈഡർ. അത് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അവരാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇൻഫ്രാസ്ട്രക്ചറും അവിടെ ചെയ്യുന്നില്ല. അതൊക്കെ അതിന്റെ ഒരു ബെനിഫിറ്റ്സാണ്. ഇപ്പൊ നമ്മൾ ഇത്ര ഓർത്താൽ മതി. ഇപ്പൊ ബസ്സിൽ കയറി ഇറങ്ങി, ബസ്സിൽ അത്ര ചാർജ് കൊടുത്തു, നമ്മൾ ഇറങ്ങി പോകുന്നു. ഇത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറഞ്ഞു. പബ്ലിക് അല്ലെങ്കിൽ നമ്മൾ റെന്റിന് ഒരു വീട് എടുത്താൽ, ഒരു അപ്പാർട്ട്മെന്റ് റെന്റിന് എടുത്താൽ അതിന് ഏറ്റവും നല്ല റിയൽ ടൈമിലുള്ള ഒരു എക്സാമ്പിൾ ആണ് ഏതാ? പബ്ലിക് അല്ലേ? പബ്ലിക് ക്ലൗഡിന് മനസ്സിലാക്കാനുള്ള എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുക. റെന്റിങ് ആൻഡ് അപ്പാർട്ട്മെന്റ്, നമ്മളൊരു വീട് വാടകയ്ക്ക് എടുത്താൽ ആ വീടിന് അത് ഇൻഫ്രാസ്ട്രക്ചറും അതിന്റെ ഫെസിലിറ്റി, നമുക്ക് വെള്ളം വേണോ, അല്ലെങ്കിൽ വഴിയുണ്ടോ, കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇന്റീരിയർ ഉണ്ടോ, ഇതെല്ലാം നമ്മളെ അതിന്റെ ഓണർ ആരോ അവര് വേണ്ട ഡെവലപ്പ് ചെയ്തു തരാന് നമുക്ക് പ്രത്യേകിച്ച് റിസ്ക് ഒന്നും ഇല്ലല്ലോ. നമ്മൾ എത്ര ദിവസം അവിടെ താമസിക്കും, അത്രയും ദിവസം നമ്മൾ അവിടെ പേയ്മെന്റ് കൊടുത്തു പോരുന്നു. ആ ഫെസിലിറ്റികളെല്ലാം യൂസ് ചെയ്യുന്നത്. അത്ര ഓർത്താൽ മതി പബ്ലിക് ക്ലൗഡിനെ കുറിച്ച് കേട്ടോ. അപ്പം എവറിത്തിങ് ഓപ്പറേറ്റഡ് ബൈ ദി പബ്ലിക് പ്രൊവൈഡർ ആയിരിക്കും. നമ്മൾ ആ ഫെസിലിറ്റികളെല്ലാം യൂസ് ചെയ്യുന്നു. ഒരു ഷെയർഡ് പ്ലാറ്റ്ഫോം ആയിരിക്കും. അതായത് നമ്മൾ പേപ്പർ യൂസിലാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പം ഡിസഡ്വാൻറ്റേജസ് കാണും കേട്ടോ. ലെസ് സെക്യൂർ ആയിരിക്കും, അതുപോലെ ലോ കസ്റ്റമൈസേഷൻ ആയിരിക്കും. അതായത് നിരവധി ആളുകൾ ഇത് ആക്സസ് ചെയ്യുന്നത് കൊണ്ട് പേഴ്സണൽ എക്യുപ്മെന്റ്സ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനും നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ ആ കിട്ടിയ ഭാഷ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മൾ ഓർത്താൽ മതി, ബസ്സേ കയറിയാൽ നമ്മൾ ഒരു സീറ്റ് കിട്ടി, ആ സീറ്റ് നമ്മളിരിക്കുമ്പോൾ ഒരു ഇതില്ല, നമ്മൾ കാറേ ഇരിക്കുന്ന സീറ്റ് പോലെ അല്ല ബസ്സേ ഇരിക്കുന്ന സീറ്റ്. അപ്പൊ നമുക്ക് എന്നാൽ ഞാൻ എന്റെ ബസ്സിൽ ഇരിക്കുന്ന സീറ്റ് ഞാനൊന്ന് മോഡിഫൈ ചെയ്യാൻ നമുക്ക് വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത്രയും ഓർത്താൽ മതി. നമുക്കതിന് ലോ കസ്റ്റമൈസേഷൻ ആയിരിക്കും. നമുക്കതിനെ ഫീച്ചേഴ്സ് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരിക്കലും നമ്മുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് അഡ്വാൻറ്റേജ് അത് സീറോ മെയിൻ്റെനൻസും ഡൈനാമിക് സ്കേലബിലിറ്റിയും പറയുന്നുണ്ട്. സീറോ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് ദി സർവീസ് പ്രൊവൈഡർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ മെയിൻ്റെനൻസ് വർക്ക് ഫ്രം ദി ഇൻഫ്രാസ്ട്രക്ചർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ. നമ്മൾ പ്രത്യേകിച്ച് യൂസർ കയറി അതിനകത്തൊരു മെയിൻ്റെനൻസ് ഒന്നും ചെയ്യുന്നില്ല.
അപ്പം പബ്ലിക് ക്ലൗഡിനെ കുറിച്ച് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ, അതായത് നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ചോണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് വൺ പ്രൈവറ്റ് ക്ലൗഡ്. അതിനും ആ പേരിനകത്ത് തന്നെ അതിന്റെ മീനിങ് ഉണ്ട്. പ്രൈവറ്റ് എന്ന് പറയാൻ നമുക്കറിയാം അല്ലെ, ഓൾസോ നോൺ ആസ് ഓൺ പ്രിമൈസ് ക്ലൗഡ് എന്നാ പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓൺ പ്രിമൈസ് ക്ലൗഡ് എന്ന് പറഞ്ഞാല് ദി പ്രൈവറ്റ് ക്ലൗഡ് ഈസ് യൂഷ്വലി ഓൺഡ്, deployed and managed by the organization itself. The chance of data leakage is very less because all users are members of the same organization. There is no risk from anybody else. In private cloud, only authorized users have access, allowing organization to better manage their data and security. അതായത് അതൊരു പ്രൈവറ്റ് ആയിരിക്കും. അതായത് അവിടെ കുറച്ചുകൂടി നമുക്ക് ഓൺ പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് പീപ്പിളിന് വേണ്ടി ആയിരിക്കും അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രൈവറ്റ് ക്ലൗഡ്. അതിനായിട്ടൊരു ഇന്റേണൽ നെറ്റ്വർക്ക് ഒക്കെ കാണും. എന്നിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്ത് ലിമിറ്റഡ് പീപ്പിളിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ഞാൻ പറയുവാണെങ്കിൽ, നമ്മളിപ്പോ ഒരു കാറ് മേടിച്ചു, അതായത് പ്രൈവറ്റ്, നമ്മൾ സ്വന്തമായിട്ടൊരു കാറ് മേടിക്കാൻ നമ്മുടെ സ്വന്തം, വേറെ ആർക്കും ഇല്ല, നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അത്രയും ഓർത്താൽ മതി. അപ്പൊ നമ്മള് ക്ലൗഡിൽ ഒരു സ്പേസ് വാങ്ങിച്ചാല് അത് നമ്മളിപ്പോ നല്ലോണം പൈസ കൊടുത്ത് ഓൺ പ്രിമൈസ് ക്ലൗഡ് എന്നല്ലേ പറയുന്നത്. നമ്മൾ പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത്. പക്ഷെ ബസ്സേ കയറി യാത്ര ചെയ്യുമ്പോൾ 10 രൂപ കൊടുത്തൊരു സ്ഥലത്ത് ഇറങ്ങുന്ന പോലെയല്ല, നമ്മൾ 10 ലക്ഷം കൊടുത്തായിരിക്കും ഒരു കാറ് വാങ്ങിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. എന്ന് പറയുന്നത് പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു കാറ് മേടിച്ചാൽ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെ, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുവാണ്. അപ്പൊ നമ്മൾ നമ്മുടെ സ്വന്തമായി, വേറെ ആരും അത് യൂസ് ചെയ്യുന്നില്ല, നമുക്ക് മാത്രം എപ്പോ വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നുള്ള കാര്യത്തില് അത് അവിടെ പ്രൈവറ്റ് ക്ലൗഡിനെ കുറിച്ച് നോട്ട് ചെയ്താൽ മതി. അതായത് പ്രൈവറ്റ് ക്ലൗഡ് ഈസ് യൂഷ്വലി ഓൺഡ്, deployed and managed by the organization itself. The chance of data leakage is very less. നമുക്ക് എപ്പോഴും സെക്യൂർ ആയിരിക്കും അത്. Because all users are members of the same organization, there is no risk from anybody else. കേട്ടോ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. അതായത് അഷ്വർ സ്റ്റാക്ക് ഒക്കെ, മൈക്രോസോഫ്റ്റിന്റെ അഷ്വർ സ്റ്റാക്ക് ഒക്കെ ഏതാ പ്രൈവറ്റ് ക്ലൗഡിൽ വരും. അതിന്റെ ഫോളോയിങ് മോഡൽസ് പറയുന്നത് ബെറ്റർ കൺട്രോൾ, ഡാറ്റ പ്രൈവസി, സെക്യൂരിറ്റി, കസ്റ്റമൈസേഷൻ. നമുക്കറിയാം, നമ്മളൊരു വണ്ടി വാങ്ങിച്ച ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി പോകുന്നത്, നമ്മുടെ സ്വന്തം വാഹനത്തെ നമ്മളൊരു യാത്ര പോകുന്ന നമ്മളുടെ വ്യത്യാസം അറിയാം. നമുക്ക് എന്തായിരിക്കും, സെക്യൂർ ആയിരിക്കും, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ വാങ്ങിച്ച സ്പേസ് നമുക്ക് എന്ത് രീതി വേണമെങ്കിലും നമ്മുടേതായ ഡേറ്റാസും ഫയൽസും കൊടുക്കാൻ വേണ്ടി നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡേറ്റ എപ്പോഴും പ്രൈവറ്റ് ആയിട്ട് നിൽക്കും ഇല്ലേ. അപ്പൊ അതായത് ആ പേരിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി, അല്ലാതെ ബൈഹാർട്ട് ആക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ തേർഡ് വൺ പറയുന്നത് കമ്മ്യൂണിറ്റി ക്ലൗഡ്. കമ്മ്യൂണിറ്റി ക്ലൗഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രൈവറ്റ് ക്ലൗഡ്. പ്രൈവറ്റ് ക്ലൗഡിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മോഡൽ ഷെയറിംഗ് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ among multiple organizations in the same country or area. Organization, ബിസിനസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബാങ്ക്സ് എക്സ്ട്രാ ദിസ് കാറ്റഗറി. അപ്പൊ ഈ കാറ്റഗറി വരുന്ന ഏതൊക്കെയായിരിക്കും കമ്മ്യൂണിറ്റി ക്ലൗഡില്? ഓർഗനൈസേഷൻസ്, ബിസിനസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്കും ഒക്കെ ഇവിടെ വരും കമ്മ്യൂണിറ്റി ക്ലൗഡിൽ. അതായത് അതൊരു ടൈപ്പ് ഓഫ് പ്രൈവറ്റ് തന്നെയാണ്. പക്ഷെ ബാങ്ക് ആകുമ്പോൾ ബാങ്കിന്റെ മാത്രമേ വരുന്നുള്ളൂ, ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വരുന്നത്. അതായത് ക്ലൗഡ് എന്ന് പറയുമ്പോൾ അവർക്ക് അതൊരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് അതൊരു ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. പ്രൈവറ്റിനേക്കാളും കുറച്ചും കൂടെ ആ ഒരു ഏരിയയിൽ വരുന്നതാണ്. ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻ അവർക്ക് വേണ്ട സിസ്റ്റംസും സർവീസസും ആക്സസ് ചെയ്ത് കൊടുക്കുകയും അത് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ആകുക, അല്ലേ? ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റും. അത് മാനേജ് ചെയ്യുന്ന ഒന്നോ അതിലധികം ഓർഗനൈസേഷൻ ആയിരിക്കും. നമുക്കറിയാം ബാങ്കിന്റെ ഒക്കെ വരുമ്പോഴത്തേനും അത് മാനേജ് ചെയ്യുന്ന ഇപ്പോൾ ഒരു ബാങ്ക് SBI എടുത്ത SBIയിലെ ഒരു ബ്രാഞ്ച് അല്ലല്ലോ അത് മാനേജ് ചെയ്യുന്നത്, മൊത്തത്തിലല്ലേ മാനേജ്മെന്റ് വരുന്നത്. അപ്പൊ അതവർക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് കമ്മ്യൂണിറ്റി ക്ലൗഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഈ കമ്മ്യൂണിറ്റി ക്ലൗഡ് മോഡൽ ഹാസ് ഫോളോയിങ് ബെനിഫിറ്റ്സ്. അതിന്റെ ബെനിഫിറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോസ്റ്റ് എഫക്റ്റീവ് എന്ന് വെച്ചാൽ ചെലവ് കുറവാണ്. ഷെയർഡ് എമംഗ് നമ്പർ ഓഫ് എന്റർപ്രൈസസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. അത് നമുക്ക് ഇപ്പൊ ഒരു ബാങ്കിന്റെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്താല് അത് അങ്ങ് അതിന്റെ ചെലവെല്ലാം എല്ലാവരും ആ ഒരു ബാങ്കാണ്, ആ ബാങ്കിന്റെ കീഴിലുള്ള ബാക്കി ബ്രാഞ്ചുകളെല്ലാം കൂടെ കൂടിയായിട്ട് ഷെയർ ചെയ്ത് പോകുന്നു. പിന്നെ സെക്യൂരിറ്റി മോർ സെക്യൂർ കമ്പയർഡ് ടു പബ്ലിക് ക്ലൗഡ്. കേട്ടോ, സെക്യൂർ ആയിരിക്കും, അതൊന്നും ആലോചിച്ചാൽ മതി. പബ്ലിക്കിനേക്കാൾ സെക്യൂർ ആയിരിക്കും. പിന്നെ ഷെയർഡ് റീസോഴ്സസ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അതർ റിസോഴ്സ് ഷെയർഡ് വിത്ത് മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻ. ഷെയർഡ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് ഷെയർ ചെയ്യത്തില്ല, ഈ ഓർഗനൈസേഷനുള്ള ആൾക്കാർക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റും.
പിന്നെ ഡേറ്റ ഷെയറിംഗ് ആൻഡ് കൊളാബറേഷൻ പറ്റും. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ കൊളാബറേറ്റീവ് എൻവയോൺമെന്റ് ക്യാൻവയിലൊക്കെ ചെയ്യുന്ന പറഞ്ഞല്ലോ. അതായത് നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് നമ്മളിപ്പോ ഒരു വിദ്യാഭ്യാസ ലോൺ അപ്ലൈ ചെയ്തു. നമ്മുടെ ബ്രാഞ്ച് നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ബ്രാഞ്ചിൽ നിന്ന് നമ്മൾ SBI ഒരു വിദ്യാഭ്യാസ ലോൺ അപ്ലൈ ചെയ്താല് നമുക്ക് അവരത് ഓൺലൈനായിട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മളോട് വേണമെങ്കിൽ അടുത്ത മെയിൻ സെന്ററിൽ പോകാൻ പറയുന്നു. അപ്പൊ നമ്മൾ എന്തെങ്കിലും പേപ്പർ വർക്കുകൾ കൊണ്ടുവന്നുണ്ടോ? ഒന്നുമില്ല. അവിടെ ചെന്ന് നമ്മുടെ പേര് പറയുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അതായത് കൊളാബറേറ്റീവ് എൻവയോൺമെന്റിൽ നിന്നാണ് അവരത് ചെയ്യുന്നത് നോക്കുക. അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ബെനിഫിറ്റ്സ്, സെറ്റ് ബെനിഫിറ്റ്സ് ഉണ്ട്, സ്മോളർ ഇൻവെസ്റ്റ്മെന്റ്. അതിനൊന്നും മതി ഇത് ഓർഗനൈസേഷന് കീഴിലായതുകൊണ്ട് ഇതിനകത്ത് അധികം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പോകണ്ട. കമ്മ്യൂണിറ്റി ക്ലൗഡ്. ലാസ്റ്റ് വൺ ഹൈബ്രിഡ് ക്ലൗഡ്. ദിസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് കമ്മ്യൂണിറ്റി. മൂന്നിന്റെയും കൂടെ കോമ്പിനേഷൻ ആണ് ഇത് ഹൈബ്രിഡ് ക്ലൗഡ്. എന്ന് പറഞ്ഞാല് maybe a combination of private, public and community cloud, in which are integrated into a single architecture but remain independent entities inside overall system. This aims to be convey the benefits of both private and public cloud. The most common ways to hybrid cloud is to start a private cloud and then public cloud infrastructure. അത് ഞാൻ പറയാം. നമ്മൾ ആദ്യത്തെ പ്രൈവറ്റ് പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മളൊരു ബസ്സൊക്കെ കയറി യാത്ര ചെയ്യുന്നു, നമ്മൾ എത്ര മാസം പൈസ കൊടുത്തിറങ്ങുന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വരുന്നില്ല. പക്ഷെ പ്രൈവറ്റ് ആണ്, നമ്മളൊരു ഓർഗനൈസേഷൻ തുടങ്ങി പ്രൈവറ്റ് ആണെങ്കിൽ നമ്മൾ പറയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമുക്ക് വേണ്ട സ്പേസ് നമുക്കായിട്ട് മാത്രം. നമ്മളൊരു കാർ വാങ്ങിച്ചാൽ നമ്മുടെ കാറാണ് സ്വന്തം, വേറെ ആരും അത് യൂസ് ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ നമ്മൾ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന നമുക്ക്, അതാണ് പ്രൈവറ്റ് ക്ലൗഡ്. ഇനി ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോമ്പിനേഷൻ ആണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പ്രൈവറ്റും ആകാം പബ്ലിക്കും ആകാം. നമ്മൾ റെന്റിനൊരു കാർ എടുത്ത് ടൂർ പോയി നോക്കുക ഇല്ലേ? റെന്റിനൊരു കാർ എടുത്ത് പോയാല് നമ്മൾ റെന്റിന് വിളിച്ചാൽ ആ കാർ നമ്മുടെ കയ്യിൽ അന്നേരം. പക്ഷെ നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്നിടം വരെ അത്രയും സമയം നമ്മൾ സെക്യൂറും ആണ്, നമ്മൾ അതിന്റെ പൈസ കൊടുക്കുന്നുമുണ്ട്. പക്ഷെ നമ്മുടെ സ്വന്തമാണോ? അല്ല. അതാണ് ഹൈബ്രിഡ് ക്ലൗഡ്. അതായത് നമുക്ക് ഹൈബ്രിഡ് ക്ലൗഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അതും ഈ മൈക്രോസോഫ്റ്റിന്റെ സ്റ്റാക്ക് ഒക്കെ എക്സാമ്പിളാ. അതുപോലെ ആമസോൺ വെബ് സർവീസിന്റെ ഔട്ട് പോസ്റ്റസും ഒക്കെ ഏതാണ്? ഈ ഹൈബ്രിഡ് ക്ലൗഡിന് എക്സാമ്പിളാ. അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, യൂബർ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ കമ്പനികളൊക്കെ നെറ്റ്ഫ്ലിക്സ് എന്താണ്? സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് സ്ട്രീമിംഗ് സർവീസസ് അല്ലേ നെറ്റ്ഫ്ലിക്സ്? എല്ലാവർക്കും അറിയാവുന്ന. അതായത് ഇന്റർനെറ്റ് കണക്ട് ചെയ്ത ഡിവൈസസുകളെല്ലാം TV അല്ലെങ്കിൽ TV ഷോ അല്ലെ, സിനിമ മുതലുള്ള ഒക്കെ അനുവദിക്കുന്നല്ലേ നെറ്റ്ഫ്ലിക്സ്. അതുപോലെ യൂബർ അല്ലെ, ഇതെല്ലാം റിലേ ചെയ്യുന്ന ഏതായിരിക്കും? ഹൈബ്രിഡ് ക്ലൗഡിലായിരിക്കും. യൂബറൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ വണ്ടിയൊക്കെ വിളിച്ച് പോകുന്നൊക്കെ നമുക്ക് അതിന്റെ കൺസെപ്റ്റ് ഒക്കെ അറിയാം. അപ്പൊ ഇതിനെല്ലാം നമുക്ക്, അല്ലെ ആമസോൺ വെബ് സർവീസസ്, ഇതെല്ലാം ഏതായിരിക്കും? ഹൈബ്രിഡ് ക്ലൗഡ് ആയിരിക്കും. നമ്മളൊരു കാർ റെന്റിനെടുത്ത് പോകാൻ ഓർത്താൽ മതി അല്ലെ. അപ്പൊ പോയിട്ട് വരുന്നതിനും വരെ നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അറിയാൻ കഴിഞ്ഞ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി, ഇത്രയും രൂപ. അപ്പം ഈ 4 ക്ലൗഡിനെ കുറിച്ചും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഹൈബ്രിഡ് ക്ലൗഡ് മോഡൽ ഹാസ് ദി ഫോളോയിങ് ബെനിഫിറ്റ്സ്: ഫ്ലെക്സിബിലിറ്റി ആൻഡ് കൺട്രോൾ, കോസ്റ്റ്, പാർഷ്യൽ സെക്യൂരിറ്റി. കേട്ടോ, കൺട്രോൾ, ഫ്ലെക്സിബിലിറ്റി, കൺട്രോൾ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും. നമുക്ക് പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒത്തിരി അല്ല, ആവശ്യത്തിന്. പിന്നെ കോസ്റ്റ്, പബ്ലിക് ക്ലൗഡിനേക്കാളും കോസ്റ്റ് ഈസ് ലെസ് കമ്പയർഡ് ടു പബ്ലിക് ക്ലൗഡ് യൂസേഴ്സ് പെയ്ഡ് ഓൺലി ഫോർ അഡീഷണൽ റീസോഴ്സസ് യൂസ് ചെയ്ത് പബ്ലിക് ക്ലൗഡ്. പിന്നെ പാർഷ്യൽ സെക്യൂരിറ്റി. കേട്ടോ, സെക്യൂരിറ്റിയെ കുറിച്ച് നമുക്ക് അത്രയ്ക്ക് അങ്ങ് പറയാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്, എന്നാലും സെക്യൂർ ആണ്. അപ്പൊ എല്ലാം സെക്യൂർ ആണല്ലോ. അപ്പൊ ഈ 4 ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഏത് വർഷത്തെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റിവൈസ് ചെയ്താലും ഈ മോഡൽസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ക്ലൗഡിന്റെ ഡിപ്ലോയ്മെന്റ് മോഡൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ഇത് പറയുക: പബ്ലിക്, പ്രൈവറ്റ്, കമ്മ്യൂണിറ്റി ആൻഡ് ഹൈബ്രിഡ്. ഇപ്പൊ നോട്ട് ചെയ്തോണം കേട്ടോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പേര് വെച്ചെങ്കിലും നോട്ട് ചെയ്ത് എക്സാമ്പിൾ സഹിതം എഴുതിക്കോണം. നെക്സ്റ്റ് പറയുന്നത് ചൂസിങ് അപ്രോപ്രിയേറ്റ് ഡിപ്ലോയ്മെന്റ് മോഡൽ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ മോഡൽസ് ഇത് 4 ഉണ്ടെന്ന് പറയുന്നത്, നമ്മൾ ഇനി എങ്ങനെയാണ് ഇത് അപ്രോപ്രിയേറ്റ് മോഡൽസ് ചൂസ് ചെയ്യുന്നതെന്ന്. അതായത് പബ്ലിക് ക്ലൗഡും
പ്രൈവറ്റ് ക്ലൗഡും കമ്മ്യൂണിറ്റി ക്ലൗഡും ഹൈബ്രിഡ് ക്ലൗഡും ഇതെങ്ങനെ നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റും? പബ്ലിക് ക്ലൗഡ് മോഡൽ ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. എപ്പോഴൊക്കെയാണ് നമുക്ക് പബ്ലിക് ക്ലൗഡ് ആവശ്യമായിട്ട് വരുന്നത്? ഹൈ ഡിമാൻഡ് ഫോർ റിസോഴ്സസ് റിസൾട്ടിങ് എ ലാർജ് യൂസർ ബേസ്. അതായത് നമുക്കൊരു ഹൈ ഡിമാൻഡ്, അതായത് നമുക്ക് റീസോഴ്സസ് ഒരുപാട് ഉപയോഗിക്കണം, റിസൾട്ടിങ് ഇൻ ടു എ ലാർജ് യൂസർ ബേസ്. അല്ലെങ്കിൽ ദർ ഇസ് എ ഡൈനാമിക് ചേഞ്ച് ഇൻ റിസോഴ്സസ് ബേസ്ഡ് കസ്റ്റമർ റിക്വയർമെന്റ്സ്. അതായത് കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് റിസോഴ്സസ് ഡൈനാമിക്കായി ചേഞ്ചസ് വരുമ്പോൾ നമുക്ക് ഏതായിരിക്കും? പബ്ലിക് ക്ലൗഡ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. നോ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എക്സിസ്റ്റ്. അതായത് ഫിസിക്കൽ ആയിട്ടുള്ള, അതായത് ഭൗതികമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇല്ലാതാകുന്ന അവസരത്തിൽ നമ്മൾ പബ്ലിക് ക്ലൗഡ് യൂസ് ചെയ്യും. പിന്നെ കമ്പനി ഫിനാൻഷ്യൽസ് ആർ ലിമിറ്റഡ്. കമ്പനിയുടെ ഫിനാൻസ് പരിമിതമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏതാണ് പബ്ലിക് ക്ലൗഡ് മോഡൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ അപ്രോപ്രിയേറ്റ് അല്ലാത്ത എപ്പോഴാണ്? ഇറ്റ് ഈസ് ക്രിറ്റിക്കൽ ടു മെയിൻറ്റെയിൻ ഹൈ ലെവൽ സെക്യൂരിറ്റി. ഹൈ ലെവൽ സെക്യൂരിറ്റി ഒന്നും നമുക്ക് ഇതിനകത്തില്ല. ഓട്ടോണോമി ഈസ് എക്സ്പെക്ടഡ് ബൈ ദി ഓർഗനൈസേഷൻ. അതായത് സ്വയംഭരണാവകാശം നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നു. അതിന്റെ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ റിലയബിലിറ്റി ഫ്രം എ തേർഡ് പാർട്ടി ഈസ് നോട്ട് റെക്കമെൻഡഡ്. അല്ലെ, ഒരു മൂന്നാമത്തെ ഒരാള് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോൾ പബ്ലിക് ക്ലൗഡ്, അതാണ് പറയുന്നത് സെക്യൂരിറ്റിയെ കുറിച്ച് പറയുന്നത്. നമുക്കത് റിലയബിൾ ആണോ, വിശ്വസിക്കാൻ പറ്റുമോ, അത് നമുക്ക് നോട്ട് റെക്കമെൻഡഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സർക്കംസ്റ്റാൻസസിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓർത്താൽ നമ്മൾ ദൂരോട്ടൊക്കെ യാത്ര ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ പബ്ലിക് വണ്ടിയായിരിക്കും മുന്നിലേക്ക് പോകുന്നത്, അല്ലേ? ഒത്തിരി ഒരുപാട് ട്രെയിനൊക്കെ പോലുള്ള കയറിയല്ലേ പോകുന്നത്. പക്ഷെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അതനുസരിച്ച് നമ്മുടെ റിസോഴ്സസിന് ഡൈനാമിക് ചേഞ്ചസ് ഒക്കെ വരാം. അപ്പൊ നമ്മുടെ ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇല്ലാതാകാം. അങ്ങനെയൊക്കെ വരിക. അതായത് അങ്ങനെ നമ്മൾ ക്ലൗഡിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട അവസരങ്ങളിൽ നമുക്ക് പബ്ലിക് ക്ലൗഡ് എടുക്കാം. ഇനി പ്രൈവറ്റ് ക്ലൗഡ് എപ്പോൾ വരാം? എന്റർപ്രൈസസ് ഓർ ബിസിനസ് ദാറ്റ് ഡിമാൻഡ് ദെയർ ഓൺ ക്ലൗഡ് ആസ് പേഴ്സണൽ ഓർ ബിസിനസ് പർപ്പസ്. പേഴ്സണൽ അല്ലെ ബിസിനസ് പർപ്പസിന് വേണ്ടി വരുമ്പോൾ നമുക്ക് ഈ ഒരു പ്രൈവറ്റ് ക്ലൗഡ് യൂസ് ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ റിസോഴ്സസ് ഓപ്പറേറ്റിംഗ് ആൻഡ് സസ്റ്റൈൻ ക്ലൗഡ് ഇസ് ആൻ എക്സ്പെൻസീവ് എഫോർട്ട്. പിന്നെ ഡാറ്റ സെക്യൂർ ആണെന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് തന്നെ യൂസ് ചെയ്യണം, അല്ലേ? നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഡാറ്റ സെക്യൂർ ആണ്. എത്രമാത്രം ഡാറ്റ ഉണ്ടെങ്കിലും അത് അതുപോലെ വേറൊരാൾ വന്ന് ചോർത്തരുത്. അങ്ങനെയാണ് നമ്മുടെ ഡാറ്റ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്കത് പ്രൈവറ്റ് ക്ലൗഡിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാൻ. പിന്നെ എന്റർപ്രൈസസ് വാണ്ട് ടു ഗോ കംപ്ലീറ്റ് കൺട്രോൾ ആൻഡ് ഓട്ടോണോമി ഓവർ ക്ലൗഡ് റിസോഴ്സസ്. അതായത് കൺട്രോളും ഓട്ടോണോമിയും ഒക്കെ നമുക്ക് ലഭിക്കാൻ പറ്റും. അങ്ങനെയുള്ളിടത്ത് നമുക്ക് പ്രൈവറ്റ് ക്ലൗഡ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓർഗനൈസേഷൻസ് ദാറ്റ് ഓൾറെഡി ഹാവ് എ പ്രീബിൽറ്റ് ഇൻഫ്രാസ്ട്രക്ചർ വിൽ ചൂസ് പ്രൈവറ്റ് ക്ലൗഡ് ഫോർ മാനേജിംഗ് റിസോഴ്സ് എഫിഷ്യന്റ്ലി. മുൻകൂട്ടി നിർമ്മിച്ച ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഓർഗനൈസേഷൻസ് ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ പ്രൈവറ്റ് ക്ലൗഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അപ്രോപ്രിയേറ്റ് അല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഓർഗനൈസേഷൻ കൺസിസ്റ്റ് ഓഫ് മോർ നമ്പർ ഓഫ് യൂസേഴ്സ്. അതായത് നമ്മളൊരു പ്രൈവറ്റ് ക്ലൗഡ് നമ്മളിപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് നമ്മൾ അത് യൂസ് ചെയ്യുവാണെങ്കിൽ അവിടെ ഒന്നിൽ കൂടുതൽ യൂസേഴ്സ് വന്ന് അത് യൂസ് ചെയ്യാൻ പറയാൻ നമുക്ക് അന്നേരം അത് പറ്റത്തില്ല. പിന്നെ ഫിനാൻസ് അതിൻ്റെ ഒരു മെയിൻ പ്രശ്നമാണ്. അതിനൊരു ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട്, കൺസ്ട്രെയിൻസ് ഉണ്ട്. പിന്നെ ദാറ്റ് ഡു നോട്ട് ഹാവ് എ പ്രീ എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. നമുക്ക് നേരത്തെ ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത സ്ഥാപനങ്ങൾക്കൊന്നും നമുക്ക് പ്രൈവറ്റ് ക്ലൗഡ് പറ്റത്തില്ല. അതായത് നേരത്തെ ഉള്ള സ്ഥാപനം നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു സ്ഥാപനം പ്രൈവറ്റായിട്ട് നമ്മൾ പബ്ലിക്കായിട്ട് നമ്മൾ തുടങ്ങി, പിന്നെ നമുക്ക് പ്രൈവറ്റിലോട്ട് പോകാനാണെങ്കിൽ പോകാൻ പറ്റും. വിത്ത് സഫീഷ്യന്റ് ഓപ്പറേഷൻ സ്റ്റാഫ് ടു മെയിൻറ്റെയിൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അതായത് സഫീഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫ് ടു മെയിൻറ്റെയിൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് ദി ക്ലൗഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളവരൊക്കെ വേണം. പിന്നെ കമ്മ്യൂണിറ്റി ക്ലൗഡിനെ കുറിച്ച് പറയുമ്പോൾ വിഷ് ടു ബിൽഡ് എ പ്രൈവറ്റ് ക്ലൗഡ് ബട്ട് ലാക്ക് എ ഫിനാൻഷ്യൽ സപ്പോർട്ട്. അതായത് നമ്മളൊരു പ്രൈവറ്റ് ക്ലൗഡിനെ ബിൽഡ് ചെയ്യുവാണ്, എന്നിരുന്നാലും ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാതെ വരികയാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി ക്ലൗഡിലോട്ട് മാറേണ്ടി വരും. നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുമായിരുന്നു, പക്ഷെ നമുക്ക് അത് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു കമ്മ്യൂണിറ്റി ക്ലൗഡിലോട്ട് മാറ്റണം എന്ന് പറയുന്നത്. പിന്നെ ഡോണ്ട് വാണ്ട് ടു ടേക്ക് കംപ്ലീറ്റ് കൺട്രോൾ മെയിൻറ്റെയിൻസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ക്ലൗഡ്. ഡിസൈഡ് ടു വർക്ക് ഇൻ കൊളാബറേഷൻ ഫോർ എഫക്റ്റീവ് ഔട്ട്കം. അതായത് എഫക്റ്റീവ് ഔട്ട്കത്തിനെ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക്, അതായത് പലരും കൂടി നമ്മളിപ്പോൾ 5-6 പേര് കൂടി ബിസിനസ് ഒക്കെ ചെയ്യാറില്ലേ എന്ന് പറയുന്നിടത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി ക്ലൗഡ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊവൈഡ്സ് മോർ സെക്യൂരിറ്റി വെൻ കമ്പയർഡ് ടു പബ്ലിക് ക്ലൗഡ്. Last one, sustainability of hybrid cloud. Organization that desire a private cloud environment with public cloud scalability. Business that demand greater protection compared to the public cloud. അതായത് നമുക്ക് കൂടുതലും പ്രൊട്ടക്ഷനും അങ്ങനെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ, എന്നിരുന്നാലും അതായത് പബ്ലിക്കിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ ആവശ്യം വരുന്നുണ്ട്. എന്നാൽ നമുക്ക് പ്രൈവറ്റ് വേണ്ട. അതായത് നമ്മുടെ ബസ്സിൽ കയറി പോകുന്ന കാര്യം ഓർത്താൽ മാത്രം മതി. എന്നാൽ നമുക്ക് പ്രൈവറ്റ് വേണ്ട, പക്ഷെ നമുക്ക് പബ്ലിക്കിൽ കയറി പോകാനും പറ്റത്തില്ല.
അപ്പൊ നമ്മൾ റെന്റിന് എടുക്കുമല്ലേ ഉള്ളൂ വണ്ടി എന്ന് പറയുന്നത് പോലെയുള്ളൂ. നമ്മൾ റെന്റിന് സ്പേസ് എടുക്കുക, ഏറെ പൈസ കൊടുക്കുക. പിന്നെ അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ അതിന് സെക്യൂരിറ്റി ഒക്കെ നോക്കണം എന്നാണ് പറയുന്നത്. ആ ടേബിളിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ആ ടേബിൾ റീഡ് ചെയ്തോണം, മെയിൻ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യണം. അതായത് കമ്പാരിറ്റീവ് അനലൈസിസ് ഓഫ് ക്ലൗഡ് ഡിപ്ലോയ്മെന്റ് മോഡൽസ്. അപ്പം അതിനകത്തു നിന്നും ഒരു ക്വസ്റ്റ്യൻ ആയി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ക്ലൗഡ് സർവീസ് ഡെലിവറി മോഡൽസ്. ഇതും വെരി 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 ഇമ്പോർട്ടന്റ് എന്ന് സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചു. ക്ലൗഡിന്റെ സർവീസ് ഡെലിവറി മോഡൽസ് ഏതൊക്കെയാണ്? നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇതൊക്കെ അതേ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് കേട്ടോ. അതായത് ഈ ക്ലൗഡ് സർവീസ് ഡെലിവറി മോഡൽസ് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ള റീസോഴ്സസ് അവൈലബിൾ ആക്കി തരുന്ന സർവീസസുകളാണ് ഈ പറയാൻ പോകുന്ന സർവീസസുകൾ. അതായത് 3 സർവീസസ് ഉണ്ട്. IaaS, PaaS, SaaS. പ്ലാറ്റ്ഫോം ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഇത് 3 എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഒരു ഫിഗർ ഒക്കെ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഇത് 3 എപ്പോഴും ഇമ്പോർട്ടന്റ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഏത് വേണമെങ്കിലും എടുത്തു നോക്കിയോ. IaaS, PaaS, SaaS. ഒന്നെങ്കിൽ ഇത് 3 എന്താണോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രണ്ടെണ്ണം നമ്മൾ ഡിഫറൻസ് വേഴ്സസ് ബിറ്റ്വീൻ എന്നൊക്കെ പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻസ് കാണുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ള റീസോഴ്സസ് അവൈലബിൾ ആക്കി തരുന്ന സർവീസസുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ മോഡൽസിനെ കുറിച്ച് പറഞ്ഞു. ഇനി സർവീസസ്. ഫസ്റ്റ് വൺ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസസ്. അതിന് മുന്നേ അതിനകത്തൊരു ഫിഗർ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ക്ലൗഡ് സർവീസ് ഡെലിവറി മോഡൽസ്. ഇങ്ങനെ ഒരു ഡെലിവറി മോഡൽ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ആപ്ലിക്കേഷൻ ഡേറ്റ, മിഡിൽ വെയർ ആൻഡ് റൺ ടൈം എൻവയോൺമെന്റ് കേട്ടോ. അതായത് എന്തിനായിരിക്കും ഇങ്ങനെ ഒരു മോഡൽ വെച്ചിരിക്കുന്നത് വെച്ചാൽ, മാനേജ് ചെയ്യാൻ, അതായത് ആപ്ലിക്കേഷൻ ഡേറ്റ നമുക്ക് അറിയാം. ആപ്ലിക്കേഷൻ ലെവലിൽ നിന്നാണ് എപ്പോഴും ഇത് യൂസർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നിങ്ങൾ ഏതാ OSI ലെയർ ഒക്കെ പഠിച്ചിട്ടില്ലേ? ഓപ്പൺ സോഴ്സ് OSI, ഓപ്പൺ സോഴ്സ് ഇന്റർ കണക്ഷൻ അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഒക്കെ പഠിക്കുന്ന BCA ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ +1 പഠിച്ചിട്ടുണ്ടോ? +2 അല്ലെങ്കിൽ BCA ലെയറും പഠിച്ചിട്ടുണ്ടോ? OSI ലെയർ കൊടുക്കുന്ന 7 ലെയേഴ്സ് പറയുമ്പോൾ നമുക്ക് പറയാം ആപ്ലിക്കേഷൻ ലെയറിലാണ് യൂസർ എന്ന് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാം. അതായത് നമ്മളൊരു കാര്യം വെബ്സൈറ്റിൽ കയറി ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലെയറിലല്ലേ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഡേറ്റയെ മാനേജ് ചെയ്യാനും പിന്നെ മിഡിൽ വെയർ റൺ ടൈം എൻവയോൺമെന്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുമാണ് ഇങ്ങനെ ഒരു മോഡൽ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ആ മോഡൽ അതായത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആർക്കിടെക്ചർ, അത് ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യും. നമ്മളൊരു വീട് എടുക്കുമ്പോൾ നമുക്കറിയാം ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ് ക്ലൗഡ് യൂസർ അത് ചെയ്യുന്നത്. അതായത് പ്രോസസ്സിങ്ങിനും സ്റ്റോറേജിനും നെറ്റ്വർക്സിനും തുടങ്ങിയ ഫണ്ടമെന്റൽ കമ്പ്യൂട്ടർ റീസോഴ്സസിലേക്ക് ആക്സസ് നൽകിക്കൊണ്ട് OS ഉൾപ്പെടെയുള്ള ഏത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും റൺ ചെയ്യുന്നതിന് IaaS യൂസേഴ്സിന് റീസോഴ്സ് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കും. അതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത്. അതായത് IaaSനെ കുറിച്ച് പറയുന്നത്. അതായത് IaaS ഓൺ ഡിമാൻഡ് വെർച്വലൈസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാല് the resources are provisioned to the users of IaaS to run any kind of software, including operating system and applications, by giving them access fundamental computer resources like processing, storage, and network. പ്രോസസ്സിങ്ങിനും സ്റ്റോറേജിനും നെറ്റ്വർക്കിനും തുടങ്ങിയ ഫണ്ടമെന്റൽ കമ്പ്യൂട്ടർ റീസോഴ്സസിലേക്ക് ആക്സസ് നൽകിക്കൊണ്ട് നമുക്ക് ഇത് ഏത് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് നൽകിക്കൊണ്ട് OS ഉൾപ്പെടെയുള്ള ഏത് ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയർസും റൺ ചെയ്യുന്നതിന് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് യൂസേഴ്സിന് റീസോഴ്സസ് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കും. There is no control over the physical infrastructure, but a user has control over operating system. അതായത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന് കൺട്രോൾ ഒന്നുമില്ല, പക്ഷെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കൺട്രോൾ കാണും. ആൻഡ് സ്റ്റോറേജ് ആൻഡ് ഇൻസ്റ്റോൾഡ് സോഫ്റ്റ്വെയർ. അതായത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആർക്കിടെക്ചർ ഇസ് ലാർജസ്റ്റ് ഓഡിയൻസ് ഓഫ് IaaS നോക്കണം. അതായത് IT ആർക്കിടെക്ചർ ഓർ ഇൻഫ്രാസ്ട്രക്ചർ ആർക്കിടെക്ചർ ഇസ് ദി ലാർജസ്റ്റ് ഓഡിയൻസ് ഫോർ IaaS എന്ന് പറഞ്ഞാല് ഇൻഫ്രാസ്ട്രക്ചർ ആർക്കിടെക്ചറിന്റെ IT ആർക്കിടെക്ട് ടാർജറ്റ് ഓഡിയൻസ് ആണ്. ഓഡിയൻസ് ആണ് അതിന്റെ ഏറ്റവും തരത്തിലുള്ള ടാർജറ്റ്. ഫിസിക്കൽ സർവേഴ്സ് ആർ മാനേജ്ഡ് ബൈ സർവീസ് പ്രൊവൈഡേഴ്സ്. ആസ് എ റിസൾട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും?
The following services might be provided by regular IaaS provider: computer, storage, network, load balancers. എന്ന് പറഞ്ഞാല് വെർച്വൽ കമ്പ്യൂട്ടിംഗ് പവറും മെയിൻ മെമ്മറിയും യൂസറിന് നൽകും. ഏത്? IaaS വെർച്വൽ കമ്പ്യൂട്ടിംഗ് പവറും മെയിൻ മെമ്മറിയും യൂസറിന് നൽകും. സ്റ്റോറേജ്, ഇറ്റ് പ്രൊവൈഡ്സ് ബാക്ക് എൻഡ് സ്റ്റോറേജ് ഫോർ സ്റ്റോറിംഗ് ഫയൽസ് ആൻഡ് വെർച്വൽ മെഷീൻ. ബാക്ക് എൻഡ് സ്റ്റോറേജ് കൊടുക്കും. പിന്നെ നെറ്റ്വർക്ക്, ബ്രിഡ്ജസോ റൗട്ടേഴ്സോ സ്വിച്ചസോ പോലുള്ള നെറ്റ്വർക്കിംഗ് കമ്പോണൻസ് ഒക്കെ ഇത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. ബ്രിഡ്ജ് എന്താ, റൗട്ടർ എന്താ, സ്വിച്ച് എന്താന്നൊക്കെ നമുക്കറിയാം. ഇതൊക്കെ നമ്മൾ BCA ക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ബ്രിഡ്ജ് എന്താ? സാധാരണ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? പാലം അല്ലേ? പാലം എന്തിനാണ്? ഇത്രയ്ക്ക് ഇക്കരെയും പോകാൻ. പാലത്തെ കൂടി നമ്മൾ പോകും എന്ന് പറഞ്ഞുള്ളൂ. അക്കരെ ഇക്കരെ നിൽക്കുന്ന രണ്ട് നെറ്റ്വർക്കുകളെ നമ്മൾ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ് യൂസ് ചെയ്ത്, ഒന്നെങ്കിൽ അത് ബ്രിഡ്ജ് ആകാം, അല്ലെ റൗട്ടർ ആകാം, അല്ലെങ്കിൽ സ്വിച്ചസ് ആകാം. സ്വിച്ചസ് എന്തായാലും വേണം. അപ്പൊ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലോഡ് ബാലൻസേഴ്സ് ദീസ് ആർ യൂസ്ഡ് ടു മാനേജ് ദി സഡൻ സ്പൈക്സ് ഇൻ യൂസേജ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ബാലൻസിങ് ദി ലോഡ്. അതായത് അത് ഹെവി ലോഡ് വരുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ ലോഡ് ബാലൻസേഴ്സും എല്ലാം ഏതിനകത്തുണ്ട്? ഏത് മോഡലിലുണ്ട്? IaaS ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. അതായത് ആമസോണിന്റെ വെബ് സർവീസും മൈക്രോസോഫ്റ്റിന്റെ അഷ്വറും ഗൂഗിളിന്റെ കമ്പ്യൂട്ടർ എഞ്ചിനും ഒക്കെ ഏതാണ്? ഈ IaaSന് എക്സാമ്പിൾ ആണ്. നമുക്ക് അതായത് നമുക്ക് അത്ര ഓർത്താൽ മതി. ഇപ്പൊ എല്ലാ ബാങ്കുകളും കോർ ബാങ്കിങ് ആണെന്നറിയാലോ. കോർ ബാങ്കിങ് ഫെസിലിറ്റി എല്ലാ ബാങ്കിലും ഉണ്ട് അല്ലെ? അപ്പൊ സെർവർ എൻവയോൺമെന്റ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല തുക ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. ഇപ്പൊ സെർവർ റൂം, ഇപ്പൊ പവർ സപ്ലൈ, UPS, ജനറേറ്റർ, ഇതെല്ലാം ഒരു സ്റ്റോറേജിന് വേണം. പക്ഷെ ഈ സെയിം കേസ് ക്ലൗഡിലേക്ക് പോയാലോ, നമുക്ക് ആവശ്യമുള്ള വെർച്വൽ സെർവർ ക്ലൗഡിൽ ലഭിക്കും. അത് ഏത് പ്രോസസ്സറോ സ്റ്റോറേജോ മെമ്മറിയോ ഹാർഡ് ഡിസ്കോ പ്രീ പ്രോസസ്സറോ റാമോ അല്ലെ, ഇവയെല്ലാം കസ്റ്റമൈസ് ചെയ്യുന്നതിനും അതിനുള്ള ആവശ്യത്തിനുള്ള ഒരു സെർവർ സെറ്റ് ചെയ്യാം. അതായത് അപ്പൊ നമ്മൾ ഓർത്താൽ മതി, ഇങ്ങനെ സെർവർ ഒന്നും ഇല്ലാതെ അപ്പം ബാങ്ക് ഇപ്പൊ അവർ പറഞ്ഞ ബാങ്കിൽ ലോഡ് കൂടി എന്ത് ചെയ്യും? അല്ലെ, നമ്മൾ സെർവർ ആണെങ്കിൽ അതിന് കപ്പാസിറ്റി ഇല്ലാതെ വരും. പക്ഷെ ഇവിടെയാണ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഒരു ക്ലൗഡ് എൻവയോൺമെന്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സെർവർ കൂടിയാൽ നമുക്ക് ആ റീസോഴ്സ് അനുസരിച്ച് നമുക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയുണ്ട് അതിന്റെ പ്രോസും കോൺസും ഉണ്ട്. അതിന്റെ ബെനിഫിറ്റ്സും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ അഡ്വാൻറ്റേജസ് പറയുന്നത് ചാർജിങ് ബേസ്ഡ് ഓൺ യൂസേജ്. നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചായിരിക്കും ചാർജ് വരുന്നത്. റെഡ്യൂസ്ഡ് കോസ്റ്റ്, ഇലാസ്റ്റിക് റിസോഴ്സസ്, ബെറ്റർ റിസോഴ്സ് യൂട്ടിലൈസേഷൻ, സപ്പോർട്ട് ഗ്രീൻ IT. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ചാർജിങ് ബേസ്ഡ് ഓൺ യൂസ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. പേ പെർ യൂസ് ബേസിസ് ടു യൂസേഴ്സ്. അതായത് these services of IaaS are provisioned on a pay per use basis to users. Reduced cost, അതായത് renting customers to rent computer resources on a subscription based instead of investing on a physical infrastructure to run on operation. ഞാൻ മുമ്പേ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നത്. reduced cost, അതുപോലെ ഇലാസ്റ്റിക് resource depending on users requirements അനുസരിച്ചായിരിക്കും. അതാണ് ഇലാസ്റ്റിസിറ്റി ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ ബെറ്റർ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. IaaS പ്രൊവൈഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. നമ്മൾ ബെറ്റർ ആയിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുക, എഫിഷ്യന്റ് ആയിട്ട്. പിന്നെ സപ്പോർട്ട് ഗ്രീൻ IT. അപ്പൊ അതന്നെ അതിന്റെ ഒരു പ്രോസ് പറയുന്നത്. കോൺസ് പറയുന്നത് സെക്യൂരിറ്റി ഇഷ്യൂസ് വരാം, ഇന്റർഓപ്പറേറ്ററി ഇഷ്യൂസും വരാം, പെർഫോമൻസ് ഇഷ്യൂസും വരാം എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. സെക്യൂർ ആണോ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരാം. ഹൈപ്പർവൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. ഹൈപ്പർവൈസേഴ്സ് തന്നെ നമ്മൾ ഈ ചാപ്റ്റർ വരുന്നുണ്ട് കേട്ടോ, അന്നേരം ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞോളാം. അപ്പൊ സെക്യൂരിറ്റി ഇഷ്യൂസ്, അതായത് ഹൈപ്പർവൈസർ ആയിട്ട് ആക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി അല്ലെ, അതായത് വെർച്വലൈസേഷൻ ടെക്നോളജി അത് പറയുന്നത്. അപ്പം സെക്യൂരിറ്റി ഇഷ്യൂസ് വരാം, പിന്നെ ഇന്ററോപ്പറബിലിറ്റി ഇഷ്യൂസ് വരാം, പെർഫോമൻസ് ഇഷ്യൂസും വരാം കേട്ടോ. ഇന്ററോപ്പറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ പല ഇന്ററോപ്പറബിലിറ്റി, അതായത് ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്ത് വേറൊരിടത്തോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് വ്യത്യാസങ്ങൾ, അങ്ങനെയുള്ള ഇഷ്യൂസ് വരാം. പിന്നെ പെർഫോമൻസ് ഇഷ്യൂസും വരാം. അപ്പൊ അത്രയാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. പിന്നെ ഫോളോയിങ് ആർ ദി പോപ്പുലർ എക്സാമ്പിൾസ് ഓഫ് IaaS എക്സാമ്പിൾ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. മൈക്രോസോഫ്റ്റ് അഷ്വർ, റാക്ക് സ്പേസ്, AWS, ഗൂഗിൾ കമ്പ്യൂട്ടർ എഞ്ചിൻ ഒക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അതാണ് അതിന്റെ എക്സാമ്പിൾസ് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ പറയുന്നത് PaaS, അതായത് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്.
PAs, users or developer can develop their applications or virtualized development platform provided by PaaS providers. The user does not have to control the development platform and underlying the infrastructure like server, storage, network, and operating system. But the user has control on the deployed applications as well as data related to the application. അതായത് ഒരു ഡെവലപ്പർ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതായത് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം നമുക്ക് നോർമലായിട്ട് കുറച്ച് റീസോഴ്സസ് വേണം. ബട്ട് ക്ലൗഡിലേക്ക് പോയാൽ അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതായത് ആമസോണിന്റെ ഇലാസ്റ്റിക് ബീം സ്റ്റാഫ് ഉള്ളത് കൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ റിസോഴ്സസ് എല്ലാം അവിടെ കാണും. അപ്പൊ അതാ ഈ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. പ്ലാറ്റ്ഫോം അവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങാനാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കുറെ ടൂൾസ് അല്ലെ റീസോഴ്സസ് വേണം. അപ്പൊ PAs ആണെങ്കിൽ നമുക്ക് അതിനുള്ള റീസോഴ്സസ് എല്ലാം അവിടെ ഉണ്ട്. അതായത് ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമില് യൂസേഴ്സിന് നിയന്ത്രണമില്ല, ബട്ട് യൂസേഴ്സിന് ഡിപ്ലോയ്മെന്റ് ആപ്ലിക്കേഷൻ കൺട്രോൾ വരുമെന്നേ ഉള്ളൂ. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് അതായത് പാസ് യൂസേഴ്സിനോ ഡെവലപ്പേഴ്സിനോ അവരുടെ ആപ്ലിക്കേഷൻസ് ഈ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് നൽകുക. അപ്പം വെർച്വലൈസ്ഡ് ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. യൂസേഴ്സിന് ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമിൽ കൺട്രോൾ ഇല്ല, ബട്ട് OSലും നെറ്റ്വർക്ക് സെർവറിലും ഒക്കെ കൺട്രോളിങ് വരും. അപ്പൊ നമ്മൾ എത്ര ഓർത്താൽ നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുമ്പോഴേ നമ്മൾ ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തല്ലേ തുടങ്ങുന്നത്. പക്ഷേങ്കിൽ ഒരാൾ തുടങ്ങിക്കൊണ്ടിരുന്ന കട നമ്മളിങ്ങനെ വാങ്ങിക്കുവാണെങ്കിൽ അതിനകത്ത് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നമ്മൾ ആ സാധനങ്ങളോട് ഇങ്ങനെ മേടിക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നമ്മുടെ സ്വന്തം എന്ന് പറയാം നമുക്കവിടെ സെയിലിൽ ഇരുന്നാൽ മതി എന്ന് പറയുന്ന പോലെ ഉള്ളൂ പാസ്. അതായത് പാസിനകത്ത് പറഞ്ഞാല് ഒരു ഇൻഫ്രാസ്ട്രക്ചർ തരുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ തന്നിട്ട് റീസോഴ്സസ് എല്ലാം നമുക്ക് അവിടെ തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യാനുസരണം അതായത് ആമസോണിന്റെ ഇലാസ്റ്റിക് ബീം സ്റ്റാക്ക് ആണ് അവിടെ. ആ ഒരു പോയാൽ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ള ടൂൾസുകൾ അവിടെ റീസോഴ്സസ് കാണും. അതൊക്കെ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഒരു ഡെവലപ്പറിന് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ അതായത് പ്രൊവൈഡേഴ്സിന് മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോം, ഡാറ്റാബേസ്, ടെസ്റ്റിംഗ് ടൂൾസ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയി ഒരു സ്കോപ്പ് ഓഫർ ചെയ്യുന്നു. അങ്ങനെ അവരുടെ സ്വന്തം ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുകയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രൊവൈഡേഴ്സിന് മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനായി ഒരു സ്കോപ്പ് എന്ന് പറഞ്ഞാല് പാസ് പ്രൊവൈഡേഴ്സ് ഓഫേഴ്സ് എ scope for multiple programming languages in which users can develop their own applications. Some examples of languages are Python, Java, Scala, PHP, and Go, etc. പ്രൊവൈഡേഴ്സിന് മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനായിട്ട് ഒരു സ്കോപ്പ് അവിടെ ഒരു ഓഫർ ചെയ്യുന്നു. അങ്ങനെ അവരുടെ സ്വന്തം ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുകയാണ്. പിന്നെ ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പാസ് പ്രൊവൈഡ്സ് എ വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോംസ്. ദോസ് ആർ യൂസ്ഡ് ടു ഡെവലപ്പ് ആപ്ലിക്കേഷൻസ്. ദി പോപ്പുലർ എക്സാമ്പിൾസ് ഓഫ് പ്ലാറ്റ്ഫോം ആർ Joomla, Node.js, Drupal, WordPress, Django, Rails. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോം ആണ് നൽകുക. അപ്പൊ Django ഒക്കെ നമുക്കറിയാം, Djangoയൊക്കെ. അപ്പൊ ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോം അവരോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡാറ്റാബേസ്. ആപ്ലിക്കേഷൻസ് നീഡ് ബാക്ക്-എൻഡ് ഫോർ സ്റ്റോറിംഗ് ഡാറ്റ. ഡാറ്റാബേസ് ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ഫ്രണ്ട്-എൻഡ് ആപ്ലിക്കേഷൻ to access data. Databases are provided by PaaS providers as a part of their PaaS platforms. Some of the prominent databases offered by PaaS vendors are Redis, MongoDB, ClearDB, Membase, Postgres, SQL, and Clouded. അപ്പൊ ഇങ്ങനെയുള്ള ഡേറ്റാബേസുകളും എവിടെയാണ് ഈ പാസ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻസ് നീഡ് ബാക്ക്-എൻഡ് ഫോർ സ്റ്റോറിംഗ് ഡാറ്റ. ഡാറ്റാബേസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡാറ്റാബേസിന് എക്സാമ്പിൾസ് ഒക്കെയാണ് പറയുന്നത്. ഡാറ്റ എക്സാമ്പിൾസ് നമ്മൾ അത്ര നോട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇവര് ഈ പാസ് പ്രൊവൈഡ് ചെയ്തിരുന്നതാണ് ടെസ്റ്റിംഗ് ടൂൾസ്. ടെസ്റ്റിംഗ് ടൂൾസ് ആർ പ്രൊവൈഡഡ് ബൈ പാസ് പ്രൊവൈഡേഴ്സ് ആസ് എ പാർട്ട് ഓഫ് ദ പാസ് പ്ലാറ്റ്ഫോം. ടെസ്റ്റിംഗ് ടൂൾസ് ആർ റിക്വയർഡ് ടു ടെസ്റ്റ് ആപ്ലിക്കേഷൻസ് ആഫ്റ്റർ ഡെവലപ്മെന്റ്. അങ്ങനെ ഇങ്ങനെ നാല് ഓപ്ഷൻസും ആര് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്? പാസ് പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ട്. പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ഈ 4 ഓപ്ഷൻസും പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. പ്രൊവൈഡേഴ്സ് ആർ മൾട്ടിപ്പിൾ അതായത് പ്രൊവൈഡ് ചെയ്ത് തന്നാൽ മാത്രമേ ഇതെല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ.
പിന്നെ അതിനും കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നമ്മൾ ഏതെടുത്താലും അതിനെല്ലാം അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ടെന്ന് നോക്കുക. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ആപ്പ് ഡെവലപ്മെന്റ് ആൻഡ് ഡിപ്ലോയ്മെന്റ്, റെഡ്യൂസ് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ്, ടീം കൊളാബറേഷൻ, പ്രൊഡ്യൂസ് സ്കേലബിലിറ്റി ആൻഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ആപ്പ് ഡെവലപ്മെന്റ് ആൻഡ് ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ഡിപ്ലോയ്മെന്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ റെഡ്യൂസ് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ്, നമുക്ക് ഒത്തിരി പൈസ മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ കോസ്റ്റ് കുറവാണ്. ടീം കൊളാബറേഷൻ, ഒരു സഹകരണമൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് തന്നെ ടീം പ്രൊജക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രൊഡ്യൂസ് സ്കെയിലബിൾ ആപ്ലിക്കേഷൻ, നല്ല സ്കെയിലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതിന് ഡിസഡ്വാൻറ്റേജ് പറയുന്നുണ്ട് വെൻഡർ ലോക്കിംഗ്, സെക്യൂരിറ്റി പ്രോബ്ലംസ്, ലെസ് ഫ്ലെക്സിബിലിറ്റി, ഡിപ്പെൻഡ് ഓൺ ഇന്റർനെറ്റ് കണക്ഷൻ. അപ്പൊ നമ്മൾ ഓർത്താൽ മതി എല്ലാത്തിനും ഏകദേശം ഈ സെക്യൂരിറ്റിയും ഇന്റർനെറ്റ് കണക്ഷനും ഒക്കെ ഒരു മെയിൻ ഒരു പ്രോബ്ലമാണ്. അപ്പൊ നമുക്കൊരു ജനറൽ നോളജ് വെച്ചൊക്കെ എഴുതാൻ പറ്റും. അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വെൻഡർ ലോക്കിംഗ്, അതായത് പാസ് പ്രൊവൈഡേഴ്സിന്റെ പ്രധാന പോരായ്മയാണ് വെൻഡർ ലോക്കിംഗ്. വെൻഡർ ലോക്കിംഗ് ഈസ് ദി കീ ഡിസഡ്വാൻറ്റേജ് ഓഫ് പാസ് പ്രൊവൈഡേഴ്സ്. ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രൈമറി കോസ് ഓഫ് വെൻഡർ ലോക്കിംഗ്, അതായത് മാനദണ്ഡങ്ങളുടെ ഒക്കെ പോരായ്മകളെയാണ് നമ്മൾ ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ്സ്, മാനദണ്ഡങ്ങളുടെ പോരായ്മകളെയാണ് വെൻഡർ ലോക്കിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതൊരു മെയിൻ ആയിട്ടൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതായത് സെക്യൂരിറ്റി പ്രോബ്ലംസ് പറഞ്ഞാൽ പല ഡെവലപ്പേഴ്സും പാസ് ഉപയോഗിക്കാൻ മടിക്കുന്നുണ്ട്. കാരണം എന്താണ്, സെക്യൂരിറ്റി ഈസ് എ ബിഗ് കൺസേൺ വിത്ത് പാസ് സർവീസസ്. അതായത് വലിയ ആശങ്ക അതിനെ കുറിച്ച്. Many pass providers have their own security mechanism to prevent user data from security breaches, but feeling safety on premises deployment is not same for off premises deployment. നമുക്ക് ഒരു സെക്യൂരിറ്റി ബ്രീച്ചസ് ഒക്കെ ഉണ്ട്, നമുക്കൊരു അതിരൊക്കെ ഉണ്ടായി, അതൊരു വലിയൊരു ആശങ്കയാണ്, എത്രമാത്രം കൊണ്ടുപോകാൻ പറ്റും അപ്പൊ അതുണ്ട്. പിന്നെ ലെസ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പാസ് ലിമിറ്റഡ് ഡെവലപ്പേഴ്സ് ടു ക്രിയേറ്റ് ദെയർ ഓൺ ആപ്ലിക്കേഷൻ സ്റ്റാക്ക്. ഇത് സ്വന്തം ആപ്ലിക്കേഷൻ സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഡെവലപ്പേഴ്സിന്റെ ആ ഒരു എബിലിറ്റിയെ പാസ് പരിമിതപ്പെടുത്തുകയും ചെയ്യും. പാസ് അതിനെ എന്ത് ചെയ്യും, ലിമിറ്റ് ചെയ്യും. അപ്പൊ അതൊരു ലെസ് ഫ്ലെക്സിബിലിറ്റി അതിലൊരു പോയിന്റ് ആണ്. ഡിപ്പെൻഡ് ഓൺ ഇന്റർനെറ്റ് കണക്ഷൻ, അതായത് ഡെവലപ്പേഴ്സ് മസ്റ്റ് ഹാവ് ഇന്റർനെറ്റ് കണക്ഷൻ ഇൻ ഓർഡർ ടു യൂട്ടിലൈസ് പാസ് സർവീസ്. ഇന്റർനെറ്റ് കണക്ഷൻ വേണം. ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നറിയാമല്ലോ. അപ്പൊ അതൊക്കെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. അപ്പൊ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ എടുക്കാൻ പറ്റും. അത് ഇതിനെ മറ്റേനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, വെൻഡർ ലോക്കിങ് കേട്ടോ. അതായത് നമ്മൾ ഈ ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ്സ്, മാനദണ്ഡങ്ങളുടെ പോരായ്മ ഏറ്റവും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പാസ് പറയുന്നത്. അപ്പൊ അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. എക്സാമ്പിൾസ് ഓഫ് പാസ് എന്ന് പറഞ്ഞാല് റെഡ് ഹാറ്റ്, ഓപ്പൺ ഷിഫ്റ്റ്, ഗൂഗിൾ ആപ്പ് എഞ്ചിന്, ഹെറോക്കു എന്നും പറയാം, കുറെ പൈത്തൺ, അനിവെയർ, അഷ്വർ ആപ്പ് സർവീസ് ഉണ്ടല്ലോ. അപ്പൊ അതും നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ പാസ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. പിന്നെ തേർഡ് വൺ പറയുന്നത് ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ്, സാസ്, അതായത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്താൽ മതി, ആ ഫിഗറിൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറഞ്ഞാൽ ക്ലൗഡ് യൂസറാണ്. അതായത് നമ്മൾ ജിമെയിൽ അതിന് ഏറ്റവും നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്. അതായത് ജിമെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എൻഡ് യൂസേഴ്സ് ഹാസ് ദി ഓപ്ഷൻ ടു യൂസിങ് പ്രൊവൈഡേഴ്സ് ക്ലൗഡ് based applications. It is possible to access the software from multiple client devices using a web browser or other client interfaces. അതായത് വെബ് ബേസ്ഡ് ഇമെയിൽ. അതായത് അവിടെ പറയുന്ന പാരഗ്രാഫ് ഇത്രേ പറയുന്നുള്ളൂ. ഇപ്പൊ എൻഡ് യൂസേഴ്സിന് ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ സോഫ്റ്റ്വെയർ ആക്സസ് ചെയ്യാനും സാധിക്കും. ഒരു വെബ് ബ്രൗസർ അല്ലെങ്കിൽ ഒരു വെബ് ബേസ്ഡ് ഇമെയിലിൽ നിന്നുകൊണ്ട്, ഒരു വെബ് ബ്രൗസറോ അല്ലെങ്കിൽ ഒരു വെബ് ബേസ്ഡ് ഇമെയിലിൽ നിന്നുകൊണ്ട് നമുക്ക് സോഫ്റ്റ്വെയർ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആപ്ലിക്കേഷനിൽ ഇന്റർനെറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു, വെബിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നു. അതായത് എൻഡ് യൂസേഴ്സ് മെഷീനിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ഇല്ലാതെ എനേബിൾ ചെയ്യും. അതാണ് ഓർത്താൽ മതി. അപ്പൊ നമുക്ക് അത് ഇത്രേ ഉള്ളൂ. അതായത് സാസ് എന്ന് പറയുന്ന ഇന്റർനെറ്റ് വേണം, ഇന്റർനെറ്റിലൂടെ വെബിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റും, എന്നാൽ സോഫ്റ്റ്വെയർ ഇല്ലാതെ. അതല്ലേ നമ്മൾ ജിമെയിൽ ആക്സസ് ചെയ്യുന്നത്. നമുക്ക് ഇന്റർനെറ്റ് മതി. ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ ഫോണിലോ നമ്മുടെ സിസ്റ്റത്തിലോ നമ്മൾ വെബിലൂടെ, അതായത് ഒരു വെബ്സൈറ്റ് അല്ലെ, ജിമെയിലിലൂടെ നമ്മൾ ആ ആപ്പ് ഇല്ലാതെ ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് അതിനെ എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പം യൂസേഴ്സിന് നമ്മളത് യൂസ് ചെയ്യാൻ തുടങ്ങി നമ്മൾ അതിനകത്ത് കംപ്ലീറ്റ്ലി നമുക്ക് കൺട്രോൾസ് ഉണ്ട്. നമുക്കത് എത്ര നമ്മുടെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും അല്ലെ, ഏത് ഡിവൈസിൽ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ ഓർത്താൽ മതി, ജിമെയിൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നേ. നമ്മളിപ്പോ പുതിയൊരു ഫോൺ വാങ്ങിച്ചാൽ അതിനകത്ത് പറഞ്ഞ അതായത് അതിനകത്ത് അതിന്റെ ആപ്പ് ഉണ്ട്.
യൂസറിന് ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇന്റർനെറ്റ് കണക്ഷൻ വേണം. ഇന്റർനെറ്റ് കണക്ഷൻ എടുത്തിട്ട് വെബിലൂടെ നമ്മൾ ജിമെയിൽ ആക്സസ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് സാസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്നാണ് പറയുന്നത്. ഇത് എപ്പോഴും ആപ്ലിക്കേഷൻ എപ്പോഴും റൺ ചെയ്യുന്നത് വെബ് ആപ്ലിക്കേഷൻ ആണ്. ഇത് റൺ വെബിംഗ് മുഖേനയാണ് നമ്മളിത് ചെയ്യുന്നത്. ഗൂഗിൾ ആപ്സുകളെല്ലാം അതാണ്. അതായത് ഗൂഗിൾ ആപ്സിൽ ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ജിമെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഗൂഗിൾ ആപ്പുകൾ ഇങ്ങനെ കണ്ടല്ലോ, ജിമെയില്, ഡ്രൈവ്, ക്ലാസ് റൂം എന്ന് പറയുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ അതിനകത്ത് അല്ലേ. അപ്പൊ അവിടെ നിന്നുകൊണ്ട് അതെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ്? സാസ്, ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആണ് പറയുന്നത്. അപ്പൊ അതും അതിനും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ടെന്ന് ഓർക്കുക. അത് അതായത് ക്ലയന്റ് സൈഡിൽ ഒരു മെയിൻ അഡ്വാൻസ് നോ ക്ലയന്റ് സൈഡ് ഇൻസ്റ്റലേഷൻ. നമ്മൾ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടോ ജിമെയിൽ ഓപ്പൺ ചെയ്യാൻ? ഇല്ല, നമ്മളൊന്നും ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലോ നെറ്റ് മതി. നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റും. അതുപോലെ നമുക്ക് പോസ്റ്റ് സേവിങ്സ് പൈസ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മാസം എത്ര രൂപയ്ക്ക് ചാർജ് ചെയ്യുന്നെങ്കിൽ നമ്മൾ എത്ര ദിവസം വേണമെങ്കിലും അത് അല്ലെ, ഒരു മാസം 30 ദിവസം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. പോസ്റ്റ് സേവിങ്സ് നമ്മൾ പ്രത്യേകിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഡൈനാമിക് സ്കെയിലിംഗ് ഉണ്ട്, ഡിസാസ്റ്റർ റിക്കവറി ഉണ്ട്. ഇത് നമുക്ക് റിക്കവറി ഉണ്ട്, അതിന്റെ ബാക്കപ്പ് ഒക്കെ യൂസ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ മൾട്ടി ടെനൻസി refers to sharing same application among multiple users, improve resource usage, provide and decrease cost of users. അതായത് മൾട്ടിപ്പിൾ ടെനൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിം ഒരേ കാര്യം തന്നെ പലർക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയും. അപ്പൊ നിങ്ങൾ ജിമെയിലിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെ വരും നോക്കി എഴുതി വെച്ചാൽ മതി. ഇനി അതിന്റെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി. അതായത് ഇപ്പൊ ഈ 3 സർവീസിൽ നമുക്ക് മെയിൻ ആയിട്ടൊരു ഡിസഡ്വാൻറ്റേജ് പറയാൻ സെക്യൂരിറ്റി ആണെന്നറിയാലോ. അപ്പൊ അതെല്ലാത്തിനും എഴുതി വെക്കാം. അതായത് ഡേറ്റ ലീക്ക് ചെയ്യുവോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ റിക്വയർമെന്റ്സ് ഫോർ കണക്ടിവിറ്റി, ഇന്റർനെറ്റ് കണക്ഷൻ വേണം. മുമ്പേ നമ്മൾ പറഞ്ഞു ഇന്റർനെറ്റ് കണക്ഷൻ വേണം. ലോസ് ഓഫ് കൺട്രോൾ, it users has no control over the data since it kept in a third party off-premise location. എക്സാമ്പിൾസ് ഗൂഗിൾ ആപ്പ്, ഏത് ഗൂഗിൾ ആപ്പ് എടുത്താലും നമ്മളെ ജിമെയിലിന്റെ ആപ്പ് എടുക്കുന്നില്ലേ, ആ ആപ്പിനകത്ത് വരുന്ന എന്ത് വന്നാലും ഏതാണ്? സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആണ്. ഡ്രോപ്പ് ബോക്സ്, മീറ്റിംഗ്, ഇതെല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിൽ വരും. അപ്പം ഇതും ഒരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോണം കേട്ടോ. ഈ 3 സർവീസിനെ കുറിച്ച് SIS, PAS ആൻഡ് ഏതാ IAS ആദ്യമേ പറയും. ഇൻഫ്രാസ്ട്രക്ചറും പ്ലാറ്റ്ഫോമും സോഫ്റ്റ്വെയർ. പിന്നെ 2.44 നോട്ടില് അതർ സർവീസസ് കൂടെ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടെ നോക്കാം. അതർ സർവീസസ് എന്ന് പറഞ്ഞാല് നെറ്റ്വർക്ക് ആസ് എ സർവീസ്. ഫസ്റ്റ് വൺ NAS എന്ന് പറഞ്ഞാല് ഇറ്റ് അലോസ് എൻഡ് യൂസേഴ്സ് ടു മേക്ക് യൂസ് ഓഫ് വെർച്വൽ നെറ്റ്വർക്ക് services provided by the service provider. It pay-per-use approach. Similar to other cloud service model, NAS allows users to access virtual network service through internet. അതായത് വെർച്വൽ നെറ്റ്വർക്ക് സർവീസ് ഉപയോഗിക്കാൻ യൂസേഴ്സിനെ അനുവദിക്കുകയാണ് NAS ചെയ്യുന്നത്. നെറ്റ്വർക്ക് ആസ് എ സർവീസ്, വെർച്വൽ നെറ്റ്വർക്ക് സർവീസസ്. അതായത് വെർച്വൽ എന്നാന്നുള്ള കൺസെപ്റ്റ് അടുത്ത ചാപ്റ്ററിൽ ഉണ്ട് കേട്ടോ. വെർച്വൽ ആയിട്ട് നമുക്ക് എല്ലാ നെറ്റ്വർക്ക് സർവീസസും ആക്സസ് ചെയ്യാൻ പറ്റും. അത് പേ പെർ യൂസേജിന് സമീപനമാണെന്നാണ് പറയുന്നത്. ആ ഒരു അപ്രോച്ച് പേ പെർ യൂസ്. ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് വെർച്വൽ ആക്സസ് ചെയ്യാൻ യൂസേഴ്സിനെ അലോ ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. സെക്കൻഡ് വൺ പറഞ്ഞാൽ DEAAS, ഡെസ്ക്ടോപ്പ് ആസ് എ സർവീസ്. ഡെസ്ക്ടോപ്പ് ആസ് എ സർവീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പേ പെർ യൂസ് മോഡൽ ഇൻ വിച്ച് പ്രൊവൈഡേഴ്സ് ഹാൻഡിൽസ് ഡേറ്റ സ്റ്റോറേജ്, ബാക്കപ്പ്, സെക്യൂരിറ്റി ആൻഡ് അപ്ഡേറ്റ് ഓൺ ദി ബാക്ക് എൻഡ്. അതായത് എൻഡ് യൂസേഴ്സിന് ഡെസ്ക്ടോപ്പ് വെർച്വലൈസേഷൻ അലോ ചെയ്യും പേപ്പർ യൂസിൽ. അതാണ് DEAS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേപ്പർ യൂസ് എന്ന് പറയുന്നത് യൂസേഴ്സ് ആർ ചാർജ്ഡ് ഫോർ ദി ആക്സസ്. നമ്മൾ പൈസ കൊടുക്കണം, ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ പേ ചെയ്യണം. അതാണ് പേ ഫോർ ആക്സസ് എന്ന് പറയുന്നത്. അപ്പം എൻഡ് യൂസേഴ്സിന് ഡെസ്ക്ടോപ്പ് വെർച്വലൈസേഷൻ അലോ ചെയ്ത് കൊടുക്കുകയാണ്. ഏതാണ്? DEAS ചെയ്യുന്നത്. ഇനി STAS ഉണ്ട്, സ്റ്റോറേജ് ആസ് എ സർവീസ്. ഈ സർവീസുകൾ ഒന്ന് നെക്സ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോണേ. സ്റ്റോറേജ് ആസ് എ സർവീസ് എന്ന് പറയുമ്പോൾ
It provides end users the opportunity to store data on the service providers' storage devices. Users may access their files from anywhere and at any time with the SDA. Underline, users may access their files from anywhere at any time with the software storage as a service. അതായത് എൻഡ് യൂസേഴ്സിന് സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള അവസരം നൽകുക. എൻഡ് യൂസേഴ്സിന് അവരുടെ ഫയലുകൾ എവിടെ നിന്ന് ഏത് സമയത്ത് വേണമെങ്കിലും ആക്സസ് ചെയ്യാനും പറ്റും. വെർച്വൽ സ്റ്റോറേജ് ആയിരിക്കും. ഇത് യൂട്ടിലിറ്റി ബേസ്ഡ് ക്ലൗഡ് ബിസിനസ് മോഡലാണ്. ഏത്? SDAS, യൂട്ടിലിറ്റി ബേസ്ഡ് സർവീസ് മോഡൽ. അതായത് കസ്റ്റമേഴ്സിന് സ്റ്റോറേജ് സ്പേസ് അതിന്റെ റിസൾട്ട് എടുക്കാൻ പറ്റുന്നതിനെ കുറിച്ചാണ് അത് പറയുന്നത്. പിന്നെ പറയുന്നത് ഡേറ്റാബേസ് ആസ് എ സർവീസ്. Database, this service allow the end users to access database without having to install or manage them. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ എൻഡ് യൂസേഴ്സിനെ ഇൻസ്റ്റാൾ ചെയ്യാതെ ഡാറ്റാബേസുകൾ ആക്സസ് ചെയ്യാൻ അലോ ചെയ്യുക. എൻഡ് യൂസേഴ്സിന് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഡാറ്റാബേസുകൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ ഡാറ്റാബേസ് ആസ് എ സർവീസ് എന്ന് പറയുന്നത്. അതായത് ഇൻസ്റ്റാൾ ആൻഡ് മെയിൻറ്റെയിനിങ് ഡാറ്റാബേസുകൾ ചെയ്യുന്നത് സർവീസ് പ്രൊവൈഡർ റെസ്പോൺസിബിലിറ്റിയാണ്. ഇൻസ്റ്റാൾ ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഡാറ്റാബേസുകൾ ചെയ്യുന്നത് ആ സർവീസ് പ്രൊവൈഡറിന്റെ എന്താ റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്. കസ്റ്റമേഴ്സിന് ഇപ്പം സർവീസ് ഒക്കെ ഉപയോഗിക്കുകയും ഉപയോഗിക്കുകയും ആൻഡ് നമുക്ക് പേ ദം ബേസ്ഡ് ഓൺ ദർ യൂസർ. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എൻഡ് യൂസേഴ്സിന്റെ ഡാറ്റാബേസ് സേവനങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? DAAS, ഡേറ്റ ആസ് എ സർവീസ്. പിന്നെ പറയുന്നത് സെക്യൂരിറ്റി ആസ് എ സർവീസ്. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അതും ഇതെല്ലാം പേപ്പർ യൂസിൽ തന്നെ യൂസ് ചെയ്യുന്നതാണ്. സെക്യൂരിറ്റി ആസ് എ സർവീസ് പേപ്പർ യൂസിലാണ്. ഇറ്റ് പ്രൊവൈഡ്സ് വൈഡ് റേഞ്ച് ഓഫ് സെക്യൂരിറ്റി റിലേറ്റഡ് ഫംഗ്ഷൻസ് ഇൻഡിക്കേറ്റിംഗ് ഓതന്റിക്കേഷൻ, വൈറസ് ആൻഡ് മാൽവെയർ, സ്പൈവെയർ പ്രൊട്ടക്ഷൻ, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ, സെക്യൂരിറ്റി ആൻഡ് ഈവന്റ് മാനേജ്മെന്റ്. കേട്ടോ, സെക്യൂരിറ്റി ആസ് എ സർവീസും ഏതാണ് ഇത് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതായത് ഈ ഓതന്റിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഓതറൈസേഷൻ, ഓതന്റിക്കേഷൻ ഒക്കെ നമ്മളത് ഓതന്റിക്കേഷൻ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വൈറസ് ആൻഡ് മാൽവെയർ, സ്പൈവെയർ, ഇതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ നുഴഞ്ഞുകയറ്റമൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി, ഈവന്റ് മാനേജ്മെന്റ്, ഇതിനെല്ലാം ഏതാണ് സെക്യൂരിറ്റി ആസ് എ സർവീസ് നോക്കുന്നുണ്ട്. സെക്യൂരിറ്റി ആസ് സർവീസ് സർവീസസ് പ്രൊവൈഡ് ബൈ സിസ്കോ, MCA, FIFO ഓർ പാൻഡ. ഇതൊക്കെ ആന്റിവൈറസ് ആണെന്നറിയാലോ. ഇതെല്ലാം ആന്റിവൈറസുകളാണ്. ഹൈ ക്വാളിറ്റി ആന്റിവൈറസുകൾ ഇട്ടുകൊണ്ട് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ ഇപ്പം അതുകൊണ്ട് നമ്മൾ ഈ ക്ലൗഡിലെല്ലാം ഇങ്ങനെ ഒരു ആന്റിവൈറസിന്റെ സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ടാണ് നമുക്കിപ്പം നമ്മളിപ്പോ പുതിയൊരു Windows 11 വാങ്ങിച്ചു അല്ലേ. ഇന്ന് Windows 10 തൊട്ടാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മള് എന്താ ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല സിസ്റ്റത്തില്. 10 തൊട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. 10, 7, 8, 8.1 വരെ ആന്റിവൈറസ് ഇടുന്നുണ്ടായിരുന്നു. കോളേജുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇടും. പക്ഷെ ഇപ്പൊ നമുക്ക് ആന്റിവൈറസ് വേണ്ട. അതായത് എന്തുകൊണ്ടാണ്? ഇൻബിൽട്ട് ആയിട്ട് ആന്റിവൈറസുകൾ വരുക. അപ്പൊ ക്ലൗഡിലൊക്കെ ഇത് ഓൾറെഡി ആന്റിവൈറസുകൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതായത് പണ്ടാണെങ്കിൽ സിസ്റ്റം ഹാക്ക് ചെയ്തുകൊണ്ടൊക്കെ പോകാൻ, ഇപ്പോഴും ഹാക്കിങ്ങിനൊന്നും കുറവില്ല, സൈബർ ക്രൈമുകളൊക്കെ നമുക്കറിയാം. എന്നാലും ഇങ്ങനെയുള്ള വൈറസുകൾ കയറി അറ്റാക്ക് ചെയ്തായിരിക്കാനുള്ള ആന്റിവൈറസുകളൊക്കെ ഉണ്ട്. പിന്നെ ഐഡന്റിറ്റി ആറ്റ് എ സർവീസ്, IDAAS എന്ന് പറഞ്ഞാല് എ കമ്പനി ഓർ ബിസിനസ് ഈസ് ദി മോസ്റ്റ് കോമൺ എൻഡ് യൂസർ ഓഫ് IDAAS. കമ്പനി അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കും എൻഡ് യൂസർ എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആസ് എ സർവീസ്. ആസ് കമ്പനി ആസ് മോസ്റ്റ് എഫോർട്ട്ലെസ്ലി മെയിൻറ്റെയിൻ ഇറ്റ്സ് വർക്കേഴ്സ് ഐഡന്റിറ്റീസ് വിത്ത് IDA സർവീസസ് ആൻഡ് വിത്തൗട്ട് ഇൻക്വയറിംഗ് എനി എക്സ്ട്രാ കോസ്റ്റസ്. അതായത് ഒരു തേർഡ് പാർട്ടി സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഓതന്റിക്കേഷൻ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു എൻഡ് യൂസേഴ്സിന് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചറായി ഐഡന്റിറ്റി ആസ് എ സർവീസ് എന്ന് പറയുന്നത്. കേട്ടോ, ഒരു തേർഡ് പാർട്ടി സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഓതന്റിക്കേഷൻ ഒക്കെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു എൻഡ് യൂസേഴ്സിന് വേണ്ടിയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഫസ്റ്റ് സെന്റൻസ് പറയുന്നുണ്ട് IAS. IDASന്റെ യൂസർ എന്നത് പറയുന്നത് ഒന്നെങ്കിൽ കമ്പനി ആകാം അല്ലെങ്കിൽ ബിസിനസ് ആകാം. അപ്പൊ ഇത്രയും സർവീസുകൾ നമ്മൾ എക്സ്ട്രാ അതർ സർവീസസ് എന്ന് പറയുന്നുണ്ട്. അപ്പം ക്ലൗഡിന്റെ സർവീസ് മോഡൽസുകൾ ഏതൊക്കെയാണ്? IASഉം PASഉം SAS കൂടാതെ, അതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. മാർക്കിനനുസരിച്ച് അന്നേരം എഴുതാം. പിന്നെ കൂടാതെ ഈ ഒരു 7 കൂടെ പഠിച്ചു വെച്ചോണം കേട്ടോ. എല്ലാം ആ പേര് തന്നെ. നെറ്റ്വർക്ക് ആസ് എ സർവീസ്, ഡെസ്ക്ടോപ്പ് ആസ് എ സർവീസ്, സ്റ്റോറേജ് ആസ് എ സർവീസ്,
പിന്നെ എന്താ ഡേറ്റ ആസ് എ സർവീസ്, ഡേറ്റാബേസ് ആസ് എ സർവീസ്, സെക്യൂരിറ്റി ആസ് എ സർവീസ്, ഐഡന്റിറ്റി ആസ് എ സർവീസ്. ഈ പേരും കൂടെ പഠിച്ചു വെച്ചോണം. എല്ലാത്തിനും നെറ്റ്വർക്ക്, ഡെസ്ക്ടോപ്പ്, സ്റ്റോറേജ്, ഡേറ്റാബേസ്, ഡേറ്റ, സെക്യൂരിറ്റി, ഐഡന്റിറ്റി, ആ പോയിന്റ് മാത്രം പഠിച്ചാൽ മതിയല്ലോ അല്ലെ? എല്ലാത്തിനും അതിനകത്ത് ചേരുക. എല്ലാം പേപ്പർ യൂസ് ചെയ്യുന്നതെന്ന് പറയുക. ലാസ്റ്റ് പറയാം ഐഡന്റിറ്റി ആസ് സർവീസ് മാത്രം എന്തായിരിക്കും, ബിസിനസ് ഓർ കമ്പനിയാണത് ചെയ്യുന്നതെന്നും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ആ ഒരു സർവീസും കൂടെ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്ലൗഡ് ആർക്കിടെക്ചർ. നമുക്ക് 9:30 വരെയല്ല ടൈം, 9 മിനിറ്റ്സ് കൂടെ ഉണ്ട്. നമുക്ക് ക്ലൗഡ് ആർക്കിടെക്ചർ കൂടെ തുടങ്ങി വെക്കാം. അപ്പൊ ഇനി ഇതിന്റെ ആർക്കിടെക്ചർ പറയാം. നമ്മൾ ഏതൊരു സബ്ജക്ട് പഠിക്കാൻ തുടങ്ങിയാലും നിങ്ങളറിയാം, നിങ്ങൾ ചെറിയ മറ്റേ BCA ഒക്കെ പഠിച്ചപ്പോഴാണെങ്കിലും ഒരു ആർക്കിടെക്ചർ നമ്മൾ പഠിക്കും. ഇത് എങ്ങനെയായിരിക്കും ഇത് അല്ലെ? OSIയുടെ ആർക്കിടെക്ചർ ലെയറുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ പോകുന്നത് എന്ന് പറയുന്നത്. ക്ലൗഡിന്റെ ആർക്കിടെക്ചർ എങ്ങനെയായിരിക്കും അത് അവിടെ ഫിഗർ ആദ്യമേ കൊടുത്തിരിക്കുന്നത്. ആ ഫിഗർ ഒന്ന് നോക്കിയേ. ആക്സസ് ലെയർ ഉണ്ട്, ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലെയർ ഉണ്ട്, ക്ലൗഡ് സർവീസ് മാനേജ്മെന്റ് ലെയർ ഉണ്ട്, ഫിസിക്കൽ റിസോഴ്സ് ലെയർ ഉണ്ട്. അപ്പം ഇതിന് 4 ലെയറിനെ കുറിച്ച് പറയുന്നുണ്ട്. ക്ലയന്റ് ആക്സസ് ലെയർ, ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലെയർ, ക്ലൗഡ് സർവീസ് മാനേജ്മെന്റ് ലെയർ, ഫിസിക്കൽ റിസോഴ്സ് ലെയർ. ഇത് ജൂൺ 2022 ക്വസ്റ്റ്യൻ, ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇനി ജൂണിലല്ലേ എക്സാം എഴുതേണ്ടവര്. ജൂണിലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ക്ലൗഡിന്റെ ആർക്കിടെക്ചർ. അങ്ങനെ നമ്മളോട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ക്ലൗഡ് എന്താണെന്ന് കൊടുക്കണം. ക്ലൗഡ് എന്താണെന്ന് കൊടുത്താൽ അതിന്റെ അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മെയിൻ ആയിട്ട് അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒരു പാരഗ്രാഫിൽ ഒരു പേജ് എഴുതിയതിനു ശേഷം ഈ ആർക്കിടെക്ചർ ജസ്റ്റ് ഫിഗർ വരച്ചാൽ മതി. ഫിഗർ വരയ്ക്കുമ്പോൾ ഓർക്കാൻ മതി, ആ കമ്പ്യൂട്ടറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരയ്ക്കേണ്ട. ഒരു റെക്ടാങ്കിളിനകത്ത് ക്ലൗഡ് ആക്സസ് ലെയർ, എന്നിട്ട് ട്വിൻ ഹെഡഡ് ആരോ ഇട്ടുകൊണ്ട് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലെയർ, അങ്ങനെ റെക്ടാങ്കിൾ എഴുതി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഫിഗർ ഒന്നും വരയ്ക്കേണ്ട. ഇങ്ങനെയുള്ള ഇമേജസ് ഉണ്ട്. പിന്നെ ക്ലൗഡ് സർവീസ് മാനേജ്മെന്റ് ലെയർ, ഫിസിക്കൽ റിസോഴ്സ് ലെയർ. എന്നിട്ട് ആരോമാർക്ക് ട്വിൻ ഹെഡഡ് ആണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ ആരോമാർക്ക്. അപ്പൊ അറിയാം കണക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എന്നിട്ട് ഫസ്റ്റ് വൺ ക്ലയന്റ് ആക്സസ് ലെയർ എന്താണെന്ന് എഴുതുക. അങ്ങനെ പോയിന്റ് എഴുതിയാൽ മതി, നല്ലോണം ഈസി ആയിട്ട് മാർക്ക് കിട്ടാൻ പറ്റും. ക്ലയന്റ് ആക്സസ് ലെയർ എന്ന് പറഞ്ഞാല് ടോപ്പ് മോസ്റ്റ് ലെയർ ആണ്. അത് നമുക്ക് ഫിഗർ കാണുമ്പോൾ നമുക്കറിയാം ടോപ്പ് മോസ്റ്റ് ലെയർ ആണ്. അതൊരു പോയിന്റ് ആണ്. പിന്നെ ക്ലയന്റ്സ് ഓഫ് ക്ലൗഡ് ആർ കം ടു ദിസ് ലെയർ. ക്ലയൻസ് ഓഫ് ക്ലൗഡ് കേട്ടോ, ക്ലൗഡിലെ ക്ലയൻസ് ആയിരിക്കും ഈ ലെയറിൽ വരുന്നത്. അതായത് ടോപ്പ് മോസ്റ്റ് ലെയർ ആകുമ്പോൾ യൂസർ ആയിരിക്കില്ല വരുന്നത്. അതായത് ക്ലയൻസ് ബിഗിൻ ദ ജേർണി ടുവേർഡ്സ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഹിയർ. ദി ക്ലയന്റ് മേ യൂസ് എനി ഡിവൈസ് ദാറ്റ് സപ്പോർട്ട് ബേസിക് വെബ് ആപ്ലിക്കേഷൻ ഫംഗ്ഷനാലിറ്റീസ്, സ്മാർട്ട് മൊബൈൽ ഓർ പോർട്ടബിൾ ഡിവൈസ് സച്ച് ആസ് തിൻ ഓർ തിക് ഡിവൈസസ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതായത് ക്ലൗഡ് ആർക്കിടെക്ചറിന്റെ ടോപ്പ് മോസ്റ്റ് ലെയർ ആണെന്നും ക്ലൗഡിന്റെ ക്ലയന്റുകളാണ് ഈ ലെയറിൽ വരുന്നതെന്നും പിന്നെ ബേസിക് വെബ് ആപ്ലിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഏത് ഡിവൈസിലും ക്ലയന്റിന് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നു. അതായത് സ്മാർട്ട് ഫോണോ പോർട്ടബിൾ ഡിവൈസസിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാമെന്നും അറിഞ്ഞിരിക്കുക. അതാ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. പിന്നെ ഒരു വെബ് ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുമ്പോൾ തന്നെ ക്ലൗഡ് ആപ്ലിക്കേഷൻസും ആക്സസ് ചെയ്യാം. അത് സെക്കൻഡ് പോയിന്റ് പറയുന്നത് കേട്ടോ. ജനറൽ പർപ്പസിന് വേണ്ടി അതിനെ ആക്സസ് ചെയ്യാം. ക്ലയന്റ് ആക്സസ് ലെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ക്ലയന്റ് സ്മാർട്ട് ഡിവൈസസുകളിൽ നിന്നാണെന്നുകൂടെ ലാസ്റ്റ് പോയിന്റ് പറയുന്നുണ്ട് കേട്ടോ. Thus, client access layer is made up of different types of client smart devices. Second പറയുന്നത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലെയർ. ഒന്ന് ആക്സസ് ലെയർ ആണ്, നെക്സ്റ്റ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലെയർ. ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് അവിടെ പോയിന്റ്സ് മെയിൻ പറയുന്നത് internet network layer connects users to access the cloud. The entire structure of cloud is based on internet network connection through which clients of the services. അതായത് ഇപ്പം ക്ലൗഡ് ആക്സസ് ചെയ്യാൻ യൂസേഴ്സിനെ കണക്ട് ചെയ്യാൻ, ക്ലയന്റ് ആക്സസ് ചെയ്യണേ നമുക്ക് യൂസേഴ്സിനെ കണക്ട് ചെയ്യണ്ടേ, അതിന് ഇന്റർനെറ്റ് വേണ്ടേ. ഇവിടെ ഓർത്താൽ മതി ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലെയർ അതിനാ യൂസ് ചെയ്യുന്നതെന്ന്. ക്ലൗഡിന്റെ മുഴുവൻ സ്ട്രക്ചറും ഇന്റർനെറ്റ് നെറ്റ്വർക്ക് കണക്ഷനെ ബേസ് ചെയ്തായിരിക്കുന്നത് കേട്ടോ. ഇന്റർനെറ്റ് അല്ലെ നമ്മൾ ഏത് നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്ത് ക്ലൗഡിന്റെ മുഴുവൻ സ്ട്രക്ചർ ആയിരിക്കും. നമുക്ക് ഈ ഇന്റർനെറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ പിന്നെ അതിനെക്കുറിച്ചുള്ള പോയിന്റ്സ് അവിടെ എഴുതി വെച്ചാൽ മതിയല്ലോ. അതുപോലെ പബ്ലിക് ക്ലൗഡിന്റെ ലൊക്കേഷൻ യൂസേഴ്സിന് അറിയില്ലെങ്കിലും പബ്ലിക് ക്ലൗഡും ഇന്റർനെറ്റ് ഫുൾ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലാൻ ഒക്കെ കാണും. പിന്നെ ക്ലൗഡ് പൂർണ്ണമായിട്ട് നെറ്റ്വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ പോയിന്റുകൾ അവിടെ പറഞ്ഞിരിക്കുന്നു. ആ പോയിന്റുകൾ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലെയേഴ്സിനെ കുറിച്ച് എഴുതുക. പിന്നെ സെക്കൻഡ് വൺ പറയുന്നത്, തേർഡ് വൺ പറയുന്നത് ക്ലൗഡ് സർവീസ് മാനേജ്മെന്റ് ലെയർ. അതായത് ക്ലൗഡ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ദാറ്റ് റൺസ് ഓൺ ദിസ് ലെയർ ഇസ് റെസ്പോൺസ് ഫോർ മാനേജിംഗ് സർവീസ് പ്രൊവൈഡേഴ്സ് റിസോഴ്സ് സച്ച് ആസ് ഷെഡ്യൂളിംഗ്, പ്രൊവിഷനിങ്, ഒപ്റ്റിമൈസേഷൻ. ഇതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഈ ലെയർ നിർമ്മിച്ചിരിക്കുന്നത് ക്ലൗഡിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ക്ലൗഡ് മാനേജ്മെന്റിൽ ആ പേര് തന്നെ ഉണ്ടാകും, സെന്റൻസ് വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതായത് ഷെഡ്യൂളിംഗ്, പ്രൊവിഷനിങ്, ഒപ്റ്റിമൈസേഷൻ, ഇന്റർനെറ്റ് ക്ലൗഡ് ഗവേണൻസ് ഇവയെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന എവിടെയാണ്? ക്ലൗഡ് മാനേജ്മെന്റ് ലെയറിൽ. അണ്ടർലൈൻ ചെയ്തോണം.
പിന്നെ അതായത് ഒപ്റ്റിമൈസേഷൻ എന്ന് ഉദ്ദേശിച്ച സെർവറും സ്റ്റോറേജും വർക്ക് ലോഡും ഒക്കെ ഇതെല്ലാം ഒന്ന് ഏകീകരിച്ച് വരിക, അത്രയേ ഉള്ളൂ. സർവീസ് ലെയറിൽ എഗ്രിമെന്റിലും വയലേഷൻ വന്നാൽ സർവീസ് പ്രൊവൈഡറിന് അത് പെനാൽറ്റിക്ക് അടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അതിനെ മാനേജ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ ലെയർ ഓഫ് ഫിസിക്കൽ ലെയർ. ഫിസിക്കൽ ലെയർ എന്ന് പറയുമ്പോൾ ബോട്ടം ലെയർ ഇസ് ദി ആക്ച്വൽ ഹാർഡ്വെയർ റിസോഴ്സ് ലെയർ, അണ്ടർലൈൻ ചെയ്തോണം. ആൻഡ് ബേസ് ഓർ ഫൗണ്ടേഷൻ ലെയർ ഓഫ് എനി ക്ലൗഡ് ആർക്കിടെക്ചർ. അത് ബേസ് അല്ലെ ഫൗണ്ടേഷൻ ലെയർ ആണ്. അവിടെ ആക്ച്വൽ ഹാർഡ്വെയർ റിസോഴ്സസുകളെല്ലാം കാണുന്നത് എവിടെയാണ്? ബോട്ടം ലെയറിലാണ് ഈ ഹാർഡ്വെയർ റിസോഴ്സസുകൾ കാണുന്നതെന്നും നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അത്രയും ആ 4 ലെയറിനെ കുറിച്ച് കേട്ടോ, ആ 4 ലെയർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഒന്ന്, നിങ്ങൾ ആദ്യമേ നിങ്ങൾ ആ ഫിഗർ വരയ്ക്കുക. എന്നിട്ട് ക്ലയന്റ് ആക്സസ് ലെയർ, അവിടെ നിന്നല്ലേ നമുക്ക് ഇതെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ടോപ്പ് മോസ്റ്റ് ലെയർ ആണെന്നും ബേസിക് ലെയർ ആണെന്നും ഒരു വെബ് ആപ്ലിക്കേഷൻ വെച്ചാണ് നമ്മൾ ഇത് എടുക്കുന്നതെന്നും അതുപോലെ ഏത് ഡിവൈസ് പോർട്ടബിൾ ഡിവൈസ് വേണമെങ്കിൽ എടുക്കാൻ പറ്റുമെന്ന് എഴുതുക. പിന്നെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലെയർ എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ചൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലെയറിനെ കുറിച്ച് എഴുതുക. പിന്നെ പറയേണ്ടത് ക്ലൗഡ് സർവീസ് മാനേജ്മെന്റ് മോഡൽ, അതായത് ഇതിനെ മാനേജ് ചെയ്യാൻ ഒരു മാനേജ്മെന്റ്. അപ്പൊ ക്ലൗഡ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ലെയർ ഇസ് റെസ്പോൺസിബിൾ ഫോർ സർവീസ് പ്രൊവൈഡേഴ്സ്. അതിനെ ഷെഡ്യൂൾ ചെയ്യാനും പ്രൊവിഷൻ ചെയ്യാനും ഒപ്റ്റിമൈസ് ചെയ്യാനും ഒക്കെ അങ്ങനെ ഒരു മാനേജ്മെന്റ് ലെയർ ഉണ്ടെങ്കിൽ മാത്രമേ അതായത് അത് നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനേജ്മെന്റ് ലെയർ ഇല്ലെങ്കിൽ അവിടെ വയലേഷൻ സംഭവിക്കാം. വയലേഷൻ സംഭവിക്കുമ്പോൾ പെനാൽറ്റി ഒക്കെ അടയ്ക്കേണ്ടി വരും. അപ്പൊ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു മാനേജ്മെന്റ് ലെയർ ഉണ്ട്. ലാസ്റ്റ് ലെയർ ഓഫ് ഫിസിക്കൽ ലെയർ, ഇവിടെ ഹാർഡ്വെയർ ആയിരിക്കും കാണുന്നത്. ബോട്ടം ലെയർ ഈസ് ദി ആക്ച്വൽ ഹാർഡ്വെയർ റിസോഴ്സസ് ലെയർ ആണെന്നും, അതായത് ലാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആക്സസ് ചെയ്യണ്ടേ. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നതാണ് എന്താണ് ലെയർ ഓഫ് ഫിസിക്കൽ റിസോഴ്സസ് എന്നും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ അത്രയും കൊണ്ട് 2.5 വരെയാണ് നമ്മളിപ്പോ എടുത്തത്. ഇതിനകത്ത് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്ററിൽ തൊട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ എനിക്കൊന്നും അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് വരാനില്ല. എന്നാലും ഒരു ക്ലൗഡിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഇനി റിവൈസ് ചെയ്ത് പോകുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഇനി റിവൈസ് ചെയ്യുന്നില്ല. ഞാൻ ഇപ്പൊ റിവൈസ് ചെയ്ത് പറഞ്ഞായിരുന്നു, ക്വസ്റ്റ്യനും കൂടെ കൂട്ടിയാ പറഞ്ഞു പോയേക്കുന്നത്. അപ്പൊ അത് നോക്കുക. പിന്നെ പഠിക്കേണ്ട സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത് അതിന്റെ ഡിപ്ലോയ്മെന്റ് മോഡൽസ് ഏതൊക്കെയാണ്. ഡിപ്ലോയ്മെന്റ് മോഡൽസ് IaaS, പബ്ലിക്, പ്രൈവറ്റ്, കമ്മ്യൂണിറ്റി, ഹൈബ്രിഡ്, അതിനെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് എപ്പോഴും കരുതിയിരിക്കുക. പിന്നെ സർവീസ് മോഡൽസ് PaaS, IaaS, SaaS, അതുകൂടാതെ അതിന് വേറെ 7 സർവീസ് കൂടെ ഉണ്ടെന്നുള്ള പേരുകൾ നോട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം പഠിക്കേണ്ടത് ഈ ഒരു ലെയറിനെ കുറിച്ച് കേട്ടോ. അങ്ങനെ ഒരു 3-4 ക്വസ്റ്റ്യൻസിനുള്ള ആയിട്ടുണ്ട് ഈ പോർഷൻസ്. ഇത്രയും നല്ലോണം മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് 9:30 ആയി. നെക്സ്റ്റ് ക്ലാസ്സിൽ ലെയേഴ്സ് ആൻഡ് അനാട്ടമി ഓഫ് ദി ക്ലൗഡ് എടുക്കാം. അത് ജൂൺ 2023 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹെറാർക്കിക്കൽ സ്ട്രക്ചർ ഓഫ് എ ക്ലൗഡ് എന്ന യൂണിറ്റ്. ഹെറാർക്കിക്കൽ സ്ട്രക്ചർ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അതിനകത്ത് പറയുന്നത് ലെയേഴ്സ് ആൻഡ് അനാട്ടമി ഓഫ് ദി ക്ലൗഡ്. അതായത് അതിന്റെ ഒരു ഫിഗർ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.